الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ലാ രചിച്ച അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഗ്രന്ഥത്തിൽ നിന്നും കിതാബു ത്വഹാറത്താണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലവസാനം നമ്മൾ വായിച്ച ഭാഗം ബാബുൻ ഫി സിവാക്കി വ ഖിസാലിൽ ഫിത്ര, പല്ല് തേക്കുന്നതുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. അതിനോട് കൂടെ തന്നെ വ ഖിസാലിൽ ഫിത്ര, ഫിത്രത്തിന്റെ കാര്യങ്ങൾ, പ്രകൃത്യ മനുഷ്യർ സൂക്ഷിക്കേണ്ട ശാരീരിക ശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിൽ സിവാക്കുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് മുസന്നിഫ് ഹഫിളഹുല്ല പറയുന്നു, വമിനൽ മസായ അല്ലത്തി ജാഅ ബിഹാ ദീനുനാ അൽ ഹനീഫ്, നമ്മുടെ ഹനീഫായ മതം, സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന അവ്യക്തതകളില്ലാത്ത മതം നമുക്ക് കൊണ്ടുതന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഖിസാലുൽ ഫിത്ര, ഫിത്രത്തിന്റെ കാര്യങ്ങൾ. അല്ലത്തി മർറ ദിക്റുഹാ ഫിൽ ഹദീസ്, കഴിഞ്ഞ ദർസിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസ് വായിച്ചിരുന്നു. അൽ ഫിത്രത്തു ഖംസുൻ, 5 കാര്യങ്ങൾ പ്രകൃത്യ സ്വാഭാവികമായി മനുഷ്യൻ ചെയ്യുന്ന അവരുടെ കാര്യങ്ങളാണ് ശുദ്ധിയുമായി ബന്ധപ്പെട്ട്. അതിൽ അൽ ഖിത്താൻ ഛേലാകർമ്മം, വൽ ഇസ്തിഹദാദ് അതേപോലെ ഗുഹ്യരോമങ്ങൾ നീക്കം ചെയ്യൽ, വഖസ്സു ശാരിബ് മീശ വെട്ടൽ, വനത്തുഫുൽ ഇബ്ത് കക്ഷരോമം പറിക്കൽ, വതഖ്ലീമുൽ അദ്ഫാർ നഖം മുറിക്കൽ. ഇതാണ് 5 കാര്യങ്ങളായി പറഞ്ഞത്. ഇതിന് വസുമ്മിയത്ത് ഖിസാലൽ ഫിത്ര, ഫിത്രത്തിന്റെ കാര്യങ്ങൾ എന്നാണ് ഇതിന് പറയുക. കാരണം എന്താണ്? ലഅന്ന ഫാഇലഹാ യത്തസിഫു ബിൽ ഫിത്രതി അല്ലതി ഫതറ അല്ലാഹു അലൈഹാ അൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ അടിമകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ പ്രകൃതിയാലുള്ളതായ സ്വഭാവം കൈവരിക്കും ഇത് ചെയ്യുന്നയാളുകൾ. അപ്പോൾ പ്രകൃതിയുടെ തന്നെ സ്വാഭാവികമായ ഒരു രീതിയാണ് ഈ പറയുന്ന 5 കാര്യങ്ങളെ പിൻപറ്റുക എന്നുള്ളത്. പ്രകൃതിയാലുള്ള ഒരു മനുഷ്യന്റെ സ്വാഭാവികമായി അവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വഹഫഹും അലിഹ, ഇതിനെ നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വസ്തഹബ്ബഹാ ലഹും ലിയകൂനു അലാ അക്മലി സിഫാത്തി വശറഫിഹാ, അത് മനുഷ്യർക്ക് അല്ലാഹു ഏറ്റവും നല്ല ഉചിതമായ മുസ്തഹബ്ബായ സുന്നത്തായ കാര്യമായി നിശ്ചയിച്ചു. അവർ ഏറ്റവും നല്ല വിശേഷണത്തിന് ഉടമകളായി തീരാൻ വേണ്ടിയിട്ട്. വലിയകൂനു അല അജ്മലി ഹൈഅത്തിൻ വഅഹ്സനി ഖിൽഖ, ഏറ്റവും നല്ല രൂപത്തിലും സുന്ദരമായ രൂപത്തിലും
സുന്ദരമായ സൃഷ്ടിപ്രകൃതിയിലുമാകാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. വഹിയ സുന്നത്തുൽ ഖദീമ അല്ലതി ഇഖ്താറഹ അൽ അംബിയ വത്തഫഖത് അലൈഹി ശറാഇഅ. അംബിയാക്കളെല്ലാം തെരഞ്ഞെടുത്ത പഴയകാലത്തെ ഉള്ള സുന്നത്തുകളാണിത്. എല്ലാ അംബിയാക്കളും പിന്തുടർന്നു പോന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ഫിത്രത്തിന്റെ കാര്യങ്ങൾ. എല്ലാ ശരീഅത്തുകളും എല്ലാ നബിമാരുടെയും ശരീഅത്തുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന കാര്യങ്ങൾ ഏകോപിച്ചിട്ടുണ്ട്. വഹാദിഹിൽ ഖിസാലു ഹിയ, ആ കാര്യങ്ങളാണ് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് അൽ ഇസ്തിഹദാദ്. ഇസ്തിഹദാദ് എന്നുള്ളതാണ്. ഇസ്തിഹദാദ് എന്ന് പറഞ്ഞാൽ ഗുഹ്യരോമം നീക്കം ചെയ്യുന്നതിനാണ് ഇസ്തിഹദാദ് എന്ന് പറയുന്നത്. വഹുവ ഹൽഖുൽ ആന, ഗുഹ്യരോമം വടിക്കലാണ്. ആനത്ത് എന്ന് പറഞ്ഞാൽ വഹിയ അശ്ശഅറു നാബിതു ഹൗലൽ ഫർജി, ഗുഹ്യാവയവത്തിന് ചുറ്റും വളർന്നു വരുന്ന മുടികൾക്കാണ് ആനത്ത് എന്ന് പറയുക. ആനത്തിന് നീക്കം ചെയ്യുന്നതിനാണ് ഇസ്തിഹദാദ് എന്ന് പറയുക. അത് പുരുഷന്റേതാണെങ്കിലും സ്ത്രീകളുടേതാണെങ്കിലും അവരുടെ ഗുഹ്യാവയവങ്ങൾക്ക് ചുറ്റുഭാഗത്തും ഉണ്ടാകുന്ന മുടിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുമ്മിയ ഇസ്തിഹദാദൻ ലിസ്തിഅമാലിൽ ഹദീദത്തി ഫീ, ഇതിനെ ഇസ്തിഹദാദ് എന്ന് പേര് പറയാൻ കാരണം ഇരുമ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളതിനാലാണ്. വഹിയൽ മൂസ, അതായത് കത്തി ഉപയോഗിച്ചിട്ടാണ് അതിനെ വടിച്ചു നീക്കം ചെയ്യുക, അതുകൊണ്ടാണ്. വഫി ഇസാലത്തിഹി തജ്മീലുൻ വനദാഫ, ഇതിങ്ങനെ നീക്കം ചെയ്യുന്നതിൽ ഭംഗിയാകലുണ്ട്, ശുദ്ധി വരുത്തലെല്ലാം അതിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്, യുക്തിയിൽപ്പെട്ടതാണ്. ഫയുസീലുഹു ബിമാ ശാഅ മിൻ ഹൽഖിൻ ഔ ഗൈരിഹി, അപ്പോൾ അതിനെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് ഒന്നുകിൽ വടിച്ചാണെങ്കിലും അതല്ല എങ്കിലും മറ്റുള്ള മാർഗങ്ങളിലൂടെയാണെങ്കിലും അത് നീക്കം ചെയ്യുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. എന്താണ് ഇതിന്റെ ഹുക്മ്? അത് നീക്കം ചെയ്യുന്നതിന്റെ ഹുക്മ് പല രീതിയിൽ ഉലമാക്കൾക്ക് ഖിലാഫുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിധി അത് വാജിബാണ്, നിർബന്ധമാണ് എന്നുള്ളതാണ്. ഫി മുസ്തഹബ്, സുന്നത്താണെന്നുള്ളതാണ്. അതിനെ നീക്കം ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. സുന്നത്താണ് എങ്കിലും അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ ഗുഹ്യാവയവങ്ങളിലുള്ള ആ ഭാഗത്തുള്ള മുടി നീക്കം ചെയ്യുന്നത്, അതേപോലെ കക്ഷരോമം പറിക്കുന്നത്, മീശ വെട്ടുന്നത്, നഖം മുറിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ 40 ദിവസത്തേക്കാൾ കൂടുതൽ അത് നീക്കം ചെയ്യുന്നതിനെ തൊട്ട് ഒരാൾ ഉപേക്ഷ വരുത്തി. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന്റെ വിധി ഉലമാക്കൾ പറയുന്നത്, ചില ഉലമാക്കൾ അത് കറാഹത്താണെന്നാണ് പറയുന്നത്. കറാഹത്ത് മാത്രമേ ഉള്ളൂ. ഷാഫിഈ പണ്ഡിതന്മാരും ഹംബലി മദ്ഹബിലെല്ലാം അതാണ് അഭിപ്രായം, കറാഹത്തേ ഉള്ളൂ. എന്നാൽ 40 ദിവസത്തേക്കാൾ കൂടുതൽ അതിനെ നീക്കം ചെയ്യാതെ ഉപേക്ഷിച്ചു വിടുന്നത് ഹറാമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രബലമായ അഭിപ്രായം. ഹനഫി ഉലമാക്കൾ, ഹനാഫുകൾ ആ വീക്ഷണക്കാരാണ്. ആധുനികരായ പണ്ഡിതന്മാരിൽ ഇമാം ഷൗക്കാനി, ഇമാം ഇബ്നു ബാസ് റഹിമഹുള്ള എല്ലാം അങ്ങനെ ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള തെളിവ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. വഖിത ലനാ ഫീ ഖസ്സി ശാരിബി വതഖലീമിൽ അദ്ഫാരി വനത്ഫിൽ ഇബ്തി വഹൽഖിൽ ആന. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം നിശ്ചയിച്ചു തന്നു. ഈ പറയുന്ന മീശ വെട്ടുന്നത്, നഖം മുറിക്കുന്നത്, കക്ഷരോമം നീക്കം ചെയ്യുന്നത്, ഗുഹ്യ രോമങ്ങൾ നീക്കം ചെയ്യുന്നത്, ഇതിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സമയം നിശ്ചയിച്ചു തന്നു. ഏതാണ് ആ സമയം? അൻ തുതറക അക്സറ മിൻ 40 ദിവസത്തേക്കാൾ കൂടുതൽ അതിനെ വീട്ടാതിരിക്കാൻ തൊട്ട്, അല്ലാ തുതറക ഉപേക്ഷിക്കാതിരിക്കുന്നതിനെ തൊട്ട്. അപ്പോ 40 ദിവസത്തേക്കാൾ കൂടുതൽ അത് ഉപേക്ഷിച്ച് കളയരുത്, അതിനെ നീട്ടിവിടരുത് എന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ട് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനേക്കാൾ അപ്പുറത്ത് പോവുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇനി അതാണ് അൽ ഇസ്തിഹദാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗുഹ്യരോമങ്ങൾ നീക്കം ചെയ്യുക. അതേപോലെ മറ്റൊരു കാര്യമാണ് ഖിസാറുൽ ഫിത്രത്തിൽപ്പെട്ട അൽ ഖിതാൻ, ചേലാകർമ്മം ചെയ്യുക, സുന്നത്ത് കർമ്മം എന്ന് നാം സാധാരണ പറയുന്നത്. അത് വഹുവ ഇസാലത്തുൽ ജിൽദത്തില്ലതി തുഗത്തി അൽ ഹശഫ, അത് ഗുഹ്യാവയവത്തിന്റെ, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ ഗുഹ്യാവയവത്തിന്റെ അഗ്രഭാഗമാണ്. അതിന്റെ അഗ്രഭാഗത്തെ മൂടി നിൽക്കുന്നതായ
ജിൽദത്ത് തൊലി, അതിനെ നീക്കം ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുക? ഖിതാൻ എന്ന് പറയുക. ഹത്ത തബ്റുസുൽ ഹഷഫ, അങ്ങനെ ഈ പുരുഷലിംഗത്തിന്റെ അഗ്രഭാഗമായ ഹഷഫ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട്, വെളിപ്പെടുന്നതിന് വേണ്ടിയിട്ട്. വയക്കൂനു സമന സുഗരി, ഇത് വളരെ ചെറിയ പ്രായത്തിലാണ് ചെയ്യേണ്ടത്. കുട്ടി ജനിച്ച് 7 അതല്ലെങ്കിൽ ഏറ്റവും ചെറിയ ദിവസങ്ങളിൽ കുറഞ്ഞ പ്രായത്തിൽ ചെയ്യുക എന്നുള്ളതാണെന്ത് ഏറ്റവും ഉചിതം. കാരണം എന്താണ്? ലിഅന്നഹു അസ്റഉ ബുർഅ, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? അവിടെ ഏൽക്കുന്ന മുറിവിന് ശമനം വരും, ഭേദമാകും വേഗതയിൽ. അതേപോലെ വലിയൻഷ അസ്വഗീറു അല അക്മലിൽ അഹ്വാൽ, നല്ല അവസ്ഥയിൽ അവരെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? വളർന്നു വരാനെല്ലാം വേണ്ടിയിട്ടാണ്. ومن الحكمة في الختان تطهير الذكر من النجاسة المتحققة في الخلفة وغير ذلك من الفوائد. എന്താണ് ഇത് നിയമമാക്കാനുള്ളതായ അതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്? അത് ഒന്ന്, ലിംഗത്തെ നജസിൽ നിന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ലിംഗാഗ്രത്തിലുള്ളതായ തൊലിയിൽ എന്തുണ്ടാകും? നജസുകൾ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാത്തതുമായ മറ്റ് ചില ഫായിദകളുണ്ട്. ഇങ്ങനെ ഖിതാൻ ചെയ്യുന്നതിന്റെ ഹുക്കം എന്താണ്? അതിന്റെ വിധി അത് ഉലമാക്കൾ വിശദീകരിക്കുന്നത് അത് വാജിബാണെന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് വാജിബാണ്. ഷാഫിഈ മദ്ഹബ് അതാണ് പറയുന്നത്, ഹംബലി മദ്ഹബ് അതാണ് പറയുന്നത്. അതേപോലെ തന്നെ ആധുനികരായ പണ്ഡിതന്മാരിൽ ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതേ അഭിപ്രായമാണ്. സൗദിയിലെ ഉന്നത പണ്ഡിത സഭ അൽ-ലജ്നത്തു ദായിമയെല്ലാം നൽകിയിരിക്കുന്ന ഫത്വകൾ പ്രകാരവും അത് നിർബന്ധമാണ് എന്നുള്ളതാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. എന്താണ് നിർബന്ധമാണെന്ന് പറയാൻ കാരണം? അതിന് ധാരാളം ന്യായങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സുന്നത്താണത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സുന്നത്തിനെ പിൻപറ്റണം, മില്ലത്തിനെ അനുകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പനയുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ന്യായങ്ങൾ പറയുന്നുണ്ട്. അത് വാജിബ് ആണ് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വാജിബായതുകൊണ്ട് മാത്രമാണ് ഔറത്ത് വെളിപ്പെടുത്തുക എന്നുള്ളത് അനുവദനീയമായി തീരുന്നത്. അതേപോലെ തന്നെ അതിലേക്ക് നോക്കുക എന്നുള്ളൂ. ഖിതാൻ ചില കർമ്മം ചെയ്യുന്നയാൾക്ക് അതിലേക്ക് നോക്കേണ്ടി വരും. അതേപോലെ തന്നെ അത് വെളിപ്പെടുത്തേണ്ടി വരും ഔറത്ത്. ഇതെല്ലാം അനുവദനീയമാക്കിയത്, അങ്ങനെ വെളിപ്പെടുത്തുക എന്നുള്ളത്, നോക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. പക്ഷെ അത് അനുവദനീയമാക്കിയതിനാണ്, ഇത് വാജിബാണ് എന്നുള്ള കാരണത്താലാണ്. വാജിബല്ല എങ്കിൽ അതെന്ത് ചെയ്യുമായിരുന്നില്ല? നിർബന്ധമാക്കുമായിരുന്നില്ല. അതേപോലെ തന്നെ ഇത് ശരീരത്തിന്റെ അവയവത്തിന്റെ ഒരു ഭാഗമാണ്. ശരീരത്തിലെ അവയവങ്ങൾ ഏതെങ്കിലും ഛേദിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. ആ നിഷിദ്ധമായ കാര്യം അനുവദനീയമാകണമെങ്കിൽ എന്താകണം? നിർബന്ധമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോ ഇത് നിർബന്ധമാണ് എന്നുള്ളതിനാലാണ് അത് നീക്കം ചെയ്യുക എന്നുള്ളത് അനുവദനീയമാക്കിയത് എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ന്യായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നിർബന്ധമാണ് എന്ന് പറയുന്ന ഉലമാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാർക്ക് നിർബന്ധമാണ് എങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖിതാൻ ചെയ്യുന്നതിന്റെ ഹുക്കം എന്താണ്? അത് മുസ്തഹബാണ്, ഉചിതമായ സുന്നത്തായ ഒരു കർമ്മമാണ് എന്നുള്ളതാണ് ഉലമാക്കൾ നൽകുന്ന മറുപടി. ഹനഫി മദ്ഹബ് അതാണ് പറയുന്നത്, മാലിക്കി മദ്ഹബ് അതാണ് പറയുന്നത്, ഷാഫിഈ മദ്ഹബിലെ ഒരു പറ്റം ഉലമാക്കൾ അഭിപ്രായക്കാരാണ്, ഹംബലി മദ്ഹബിലെ ഒരു വിഭാഗം ഉലമാക്കൾ അഭിപ്രായക്കാരാണ്. അതേപോലെ ആധുനികരായ പണ്ഡിതന്മാരിൽ ഇമാം ഷൗക്കാനി, ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ റഹിമഹുമുല്ലാഹ് എല്ലാം സ്ത്രീകൾക്കും ഖിതാൻ ചെയ്യുക, ശലാകർമ്മം ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് എന്നുള്ളതാണ് ഹദീസുകളിൽ നിന്ന് നൽകുന്ന വിധിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ഖസ്സു ശാരിബി വ ഇഹ്ഫാഉ, ഫിത്രത്തിന്റെ ഖിസാലുകളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യം മീശ വെട്ടുക എന്നുള്ളതാണ്. ഖസ്സു ശാരിബ് വ ഇഹ്ഫാഉഹു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൂർണ്ണമായി വെട്ടുന്നതിനാണ് പറയുന്നത്. അങ്ങേയറ്റം എന്ത് ചെയ്യുക, ചെറുതാക്കി വെട്ടുന്നതിനാണ് ഇഹ്ഫാ എന്ന് പറയുന്നത്. ഇത് രണ്ടാലൊന്ന് ചെയ്യേണ്ടതുണ്ട്. ഒന്നുകിൽ ഖസ്വ ചെയ്യാം, അതിന്റെ അഗ്രഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യാം, മുറിച്ച് നീക്കാം. അതല്ല എങ്കിൽ പൂർണ്ണമായി ഇഹ്ഫാ ചെയ്യാം. ഇഹ്ഫാഉ ശാരിബ് എന്ന് പറഞ്ഞാൽ വഹുവൽ മുബാലഗത്തു ഫിൽ ഖസ്വ്,
വെട്ടുന്നതിന് മുബാലഗത്ത് കാണിക്കുക, ആധിക്യം കാണിക്കുന്നതിനാണ് ഇഹ്ഫാ എന്ന് പറയുന്നത്. ലിമാ ഫീ ദാലിക മിന തജ്മീലി വന്നവാഫത്തി വമുഖാലഫത്തിൽ കുഫാർ. ഇങ്ങനെ മീശ വെട്ടിച്ചുരുക്കുന്നതിൽ ഭംഗിയാവുക എന്നുള്ള ലക്ഷ്യമുണ്ട്, ശുദ്ധി വരുത്തുക, വൃത്തിയാവുക എന്നുള്ള ലക്ഷ്യമുണ്ട്, കുഫാറുകളോട് എതിര് കാണിക്കുക, ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളുമുണ്ട്. ഇതിന്റെ പിന്നിൽ നിയമമാക്കിയതിലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, മൻ ലം യഖുദ് മിൻ ശാരിബിഹി ഫലൈസ മിന്നാ. മീശയിൽ നിന്ന് എടുക്കാത്തവർ, അതിനെ വെട്ടാത്തവർ ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ഇതിന്റെ ഹുക്മ് എന്താണെന്ന് ചോദിച്ചാൽ സുന്നത്താണ്. അതിനെ വെട്ടി നീക്കുക എന്നുള്ളത് സുന്നത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 40 ദിവസത്തേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, നീട്ടുക എന്നുള്ളത് അത് നിഷിദ്ധമായ കാര്യവുമാണ്. വഖദ് വറദത്തിൽ അഹാദീസു ഫിൽ ഹസ്സി അലാ ഖസ്ഫിഹി വഇഹ്ഫാഇഹി. മീശ വെട്ടുന്ന കാര്യത്തിലും അത് പറ്റേ നല്ല രീതിയിൽ വെട്ടുന്ന കാര്യത്തിലുമെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. വഇഅഫാഇൽ ലിഹ്യ, അതേപോലെ തന്നെ ധാടി സമൃദ്ധമായി വളർത്തുന്നതിനെ സംബന്ധിച്ച് വന്നിട്ട് ഹദീസുകളുണ്ട്. വഇർസാലിഹ വഇക്റാമിഹ, അതിനെ നീട്ടിവിടുക. ലിമാ ഫി ബഖാഇൽ ലിഹ്യതി മിനൽ ജമാലി വമദ്ഹരി റുജൂല, കാരണം ധാടി അവശേഷിപ്പിക്കുന്നതിലാണ്, നീട്ടിവിടുന്നതിലാണ് ഒരു പുരുഷന്റെ സൗന്ദര്യമുള്ളത്. അവന്റെ പുരുഷത്വത്തിന്റെ പ്രകടമായ ഭാവവും ഇവിടെയാണ് താടി നീട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് മീശ വെട്ടുക, താടി നീട്ടുക, ഇത് ഇതിന്റെ ഗണത്തിൽപ്പെടുന്നതാണ്. താടി വടിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. അതാണ് ജുംഹൂർ ഉലമാക്കളുടെയും അഭിപ്രായം. അത് വടിച്ചു കളയുക എന്നുള്ളത് നിഷിദ്ധമാണ്. ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഷാഫി മദ്ഹബിലെ ചില ഉലമാക്കൾ ഇവരെല്ലാവരും പറയുന്നത് താടി വടിക്കുക എന്നുള്ളതാണ്, നിഷിദ്ധമാണ്. അതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ഫുഷ് ശവാരിബ് വഅഫുൽ ലിഹ, മീശ നിങ്ങൾ പറ്റവെട്ടുക, താടി എന്ത് ചെയ്യുക, സമൃദ്ധമായി നീട്ടിവിടുക. ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളോട് നിങ്ങൾ എതിര് കാണിക്കണം. വഫിറുൽ ലിഹ വഅഹ്ഫുഷ് ശവാരിബ്, താടി സമൃദ്ധമായി വളർത്തണം, മീശ എന്ത് ചെയ്യണം, വെട്ടണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. അപ്പോ ഇതാണ് അതിന്റെ ഹുക്മ്. എന്നാൽ വഖദ് അകസ കസീറുൻ മിനൻ നാസി അൽ അംറ, ഈ കാര്യത്തിൽ ധാരാളം ആളുകൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫസാറു യുവഫിറൂന ശവാരിബഹും, അവരിൽ പലരും എന്ത് ചെയ്യും, മീശ ഇങ്ങനെ സമൃദ്ധമായി വളർത്തും. വയഹ്ലിഖൂന ലിഹാഹും, എന്നിട്ട് താടി എന്ത് ചെയ്യും, വടിച്ചു കളയും. ഔ യഖുസ്സൂനഹ, അല്ലെങ്കിൽ താടി വെട്ടി ചെറുതാക്കും. ഔ യുഹാസിറൂനഹ ഫീ നിതാഖിൻ ദയ്യിഖിൻ, അതല്ലെങ്കിൽ പരിമിതമായ ചില ഭാഗങ്ങളിൽ മാത്രം എന്ത് ചെയ്യും, അതിനെ ഒതുക്കി നിർത്തും. ഇംആനൻ ഫിൽ മുഖാലഫത്തി ലിൽ ഹദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട്, ചര്യയോട് എതിര് കാണിക്കുന്നതിൽ ഒരു ഉറച്ച നിലപാടുള്ള രീതിയിൽ. അത് കാര്യം എന്താണെന്ന് മനസ്സിലായാലും എന്ത് ചെയ്യുന്നില്ല, അതിനെ പിൻപറ്റാതെ അത് പല പല ന്യായങ്ങൾ പറഞ്ഞിട്ടും ചെയ്യും ആളുകൾ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. തഖ്ലീദൻ ലിഅഅദാഇല്ലാഹി വറസൂലി, അല്ലാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശത്രുക്കളെ പിൻപറ്റുന്നവരായ നിലയിലും. വനുസൂലൻ അൻ സിമാതിർ റുജൂലത്തി വശഹാമ, പുരുഷത്വത്തിന്റെ അടയാളമാണത്, അതിൽ നിന്ന് മാറി. അതേപോലെ തന്നെ ധീരതയുടെ അടയാളമാണ്, അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇലാ സിമാത്തിൻ നിസാഇ വസഫല, സ്ത്രീകളുടെ രൂപത്തിലേക്ക് അവർ എന്ത് ചെയ്യുന്നു, പരിണമിക്കുന്നു. അല്ലെങ്കിൽ മോശപ്പെട്ട സമൂഹത്തിൽ മോശപ്പെട്ട ചില ആളുകളുടെ അവസ്ഥകളിലേക്ക് മാറുന്നു. ഹത്താ സ്വദഖ അലൈഹിം ഖൗലു ഷായിർ, ഒരു കവി പറഞ്ഞതുപോലെ, യുഖദാ അലൽ മർഇ ഫീ അയ്യാമി മിഹ്നതിഹി ഹത്താ യറാ ഹസനൻ മാ ലൈസ ബിൽ ഹസനി, ഒരു മനുഷ്യനെ വിലയിരുത്തപ്പെടുക, അവന്റെ സത്യസന്ധത, അവന്റെ ഈമാനിന്റെ കടുപ്പം, ഇതെല്ലാം വിലയിരുത്തപ്പെടുന്നത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിലാണ്. അപ്പോ എല്ലാവർക്കും പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ പിടിച്ചേക്കാൻ സാധിക്കൂല. എല്ലാവരും ഒരേപോലെ താടി വളർത്തുന്നവരാണ്, അല്ലെങ്കിൽ നിത്യമായി കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അത് പുലർത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. അതിലാരുടെയും ഈമാൻ എന്ത് ചെയ്യൂല, തിരിച്ചറിയപ്പെടാൻ സാധിക്കൂല. നേരെ മറിച്ച് എപ്പോഴാണ് തിരിച്ചറിയപ്പെടാൻ സാധിക്കുക, പരീക്ഷണത്തിന്റെ ഘട്ടത്തിലാണ്. ദീനി നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ വളരെ കുറയുന്നു, സമൂഹത്തിൽ ധാരാളം ആളുകൾ അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് ഒരാളുടെ
ശരിയായ അവസ്ഥ തിരിച്ചറിയപ്പെടാൻ സാധിക്കുക. ഹത്താ യറാ ഹസനൻ മാ ലൈസ ബിൽ ഹസനി, എത്രത്തോളം എന്നാൽ നല്ലതിനെ അവര് മോശമായിട്ട് കാണും, മോശപ്പെട്ടതിനെ ചിലപ്പോൾ എന്ത് ചെയ്യും നല്ലതായിട്ടും കാണുന്ന ഒരു അവസ്ഥ വരും. ഇത് ഫിത്നയാണ്. ഇങ്ങനെയുള്ള സമയത്താണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണെന്ന് എന്ത് ചെയ്യപ്പെടുക, തിരിച്ചറിയപ്പെടുക. മറ്റൊരു കവി ഇങ്ങനെയാണ് പാടിയത്: വലാ അജബുൻ അന്നൻ നിസാഅ തറജ്ജലത് വലാകിന്ന തഅനീസ الرجാലി അജീബു. ഒരു സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കുക എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമല്ല. എന്നാൽ പുരുഷൻ സ്ത്രീകളുടെ വേഷം ധരിക്കുക, അവരെ പോലെ ആയിത്തീരുക എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. പലപ്പോഴും പുരുഷനാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, പക്ഷേ ഒരു സ്ത്രീ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അത്ഭുതമുള്ള കാര്യമാണ് എന്ന് കവി പറയുകയാണ്. അപ്പോൾ ഖിസാലുൽ ഫിത്രയിൽപ്പെട്ടതാണെന്ത്? മീശ എന്ത് ചെയ്യുക, വെട്ടിച്ചുരുക്കുക, ഒന്നുകിൽ ഖസ്വ് ചെയ്യുക, അതിന് അഗ്രഭാഗങ്ങൾ വെട്ടിക്കളയുക, അതല്ലെങ്കിൽ നല്ല രീതിയിൽ പറ്റ എന്ത് ചെയ്യുക, അതിന് വെട്ടിക്കളയുക. അതുപോലെ താടി നീട്ടി വളർത്തുക എന്നുള്ളതും. നാലാമത്തെ കാര്യം വമിൻ ഖിസാലിൽ ഫിത്രതി തഖ്ലീമുൽ അവാഫിർ, നഖങ്ങൾ മുറിച്ചു കളയുക എന്നുള്ളതും ഖിസാലുൽ ഫിത്രയിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ വഹുവ ഖത്ഉഹാ ബിഹൈസു ലാ തുസ്റക് തതൂൽ, അതിനെ നീളാൻ അനുവദിക്കാതെ മുറിച്ചു കളയലാണ് അതുകൊണ്ട് ഉദ്ദേശം. ലിമാ ഫീ ദാലിക മിന തജ്മീൽ, അതിൽ ഒരു ഭംഗിയാവുക എന്നുള്ളതുണ്ട്. വഇസാലത്തിൽ വസ്ഖിൽ മുതറാകിമി തഹ്തഹ, അതിന്റെ താഴെ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതും അത് മുഖേന സാധിക്കും. വൽബുഅദി അൻ മുശാബഹത്തി സിബാഇൽ ബഹീമ, അതേപോലെ കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് അകലം പാലിക്കുക. അവര് നഖം മുറിച്ച് കളയുകയില്ല, സ്വാഭാവികമായിട്ടും നീണ്ട നഖം, കൂർത്ത നഖങ്ങളായിരിക്കും. അതിൽ നിന്ന് എന്ത് ചെയ്യുക, രക്ഷപ്പെടുക. وقد خالف هذه الفطرة النبوية طوائف من الشباب المتخنفس, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സുന്നത്ത്, ഈ ഫിത്രത്ത്, ഇതിനോടും ചില പുരുഷ സ്വഭാവം നഷ്ടപ്പെട്ട ചില ആളുകൾ അവരിതിനും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പിന്നാലെ നടക്കുന്നത് കാണാം. അല്ലെങ്കിൽ നബിയുടെ ഈ സുന്നത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നുണ്ട്. നഖം എന്ത് ചെയ്യുന്നു, അവർ നീട്ടി വളർത്തുന്നു. അതേപോലെ വന്നിസാഇൽ ഹമജിയാത്ത്, സംസ്കാരശൂന്യരായ ചില സ്ത്രീകളും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്വാറു യുതീലൂന അവാഫിറഹും, അങ്ങനെ അവർ അവരുടെ നഖങ്ങൾ എന്ത് ചെയ്യും, നീട്ടി വളർത്തും. മുഖാലഫത്തൻ ലിൽ ഹദീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് വിരുദ്ധമായിട്ട്. വ ഇംആനൻ ഫി തഖ്ലീദിൽ ആമ, വളരെ അന്ധമായ ഒരു അനുകരണത്തിന് മുറുകെ പിടിക്കുന്നവരായ നിലയിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇതെന്താണ്, വിശ്വാസിക്ക് ചേർന്ന രീതിയല്ല. നാലാമത്തെ ഖിസാലുൽ ഫിത്രത്ത് എന്താണ്, നഖം മുറിച്ച് നീക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തേത് വമിൻ ഖിസാലുൽ ഫിത്രത്തി നത്ഫുൽ ഇബ്തി, കക്ഷരോമത്തെ പറിച്ചു കളയുക എന്നുള്ളതാണ്. ഐ ഇസാലത്തു ഷഅരി നാബിത് ഫിൽ ഇബ്തി, കക്ഷത്തിൽ വളരുന്നതായ മുടികൾ നീക്കം ചെയ്യുക. ഫയുസന്നു ഇസാലത്തു ഹാദ ഷഅരി ബിൻ നത്ഫി അവിൽ ഹലഖി ഔ ഗൈരി ദാലിക്, അതെങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത്? ഒന്നുകിൽ പറിച്ചെടുക്കാം, അതല്ലെങ്കിൽ അതിനെ വടിച്ചു കളയാം, ഔ ഗൈരി ദാലിക്, അതല്ലാത്ത ഏതെങ്കിലും മാർഗം സ്വീകരിക്കാം. ലിമാ ഫി ഇസാലത്തി ഹാദ ഷഅരി മിനൻ നദാഫ, കാരണം ഇങ്ങനെ ഇത് നീക്കം ചെയ്യുക എന്നുള്ളതിലും ഇന്നുണ്ട് ശരീരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ വഖത്ഉ റായിഹത്തിൽ കരീഹ, ദുർഗന്ധത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതും അതിന്റെ ഭാഗമാണ്. അല്ലത്തി തതദാഅഫു മഅ വുജൂദി ഹാദ ഷഅരി, സ്വാഭാവികമായും അതുപോലുള്ള ഭാഗങ്ങളിൽ നിന്നുണ്ടാവും ദുർഗന്ധമുണ്ടാകും. ഇങ്ങനെ ഈ മുടി അവശേഷിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, വീണ്ടും ഇരട്ടിയാകും. അതില്ലാതിരിക്കുക എന്നുള്ളതും എന്നുണ്ട് ഇതിന്റെ ലക്ഷ്യമാണ്. എന്നിട്ട് മുസ്ലിം പറയുന്നു, അയ്യുഹൽ മുസ്ലിം, അല്ലയോ മുസ്ലിം സഹോദരങ്ങളെ, ഹാകദാ ജാഅ ദീനുനാ ബിതശ്രീഇ ഹാദിഹിൽ ഖിസാൽ, ഇപ്രകാരമാണ് നമ്മുടെ ദീൻ ഈ ഫിത്രത്തിന്റെ കാര്യങ്ങൾ നിയമമാക്കിയിരിക്കുന്നത്. ലിമാ ഫീഹാ മിന തജമ്മുലി വത്തനവ്വുഫി വത്തതഹൂർ, അതിൽ ഭംഗിയായി നടക്കുക എന്നുള്ള കാരണം ഉണ്ട്. അതേപോലെ വൃത്തിയാവുക, ശുദ്ധി വരുത്തുക എന്നുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ദീൻ ഇത് നിയമമാക്കിയിരിക്കുകയാണ്. ദീനിൽപ്പെട്ടതാണിത്. ലിയകൂന മുസ്ലിമു അലാ അഹ്സനി ഹാലിൻ വഅജ്മലി മദ്ഹറിൻ, ഒരു മുസ്ലിം എപ്പോഴും ചെയ്യണം, ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കണം, നല്ല ദൃശ്യത്തിലായിരിക്കണം, അവനെ കാണാൻ എന്തുണ്ടാകണം, നല്ല സൗന്ദര്യബോധമുള്ള, നല്ല ഭംഗിയുള്ള അവസ്ഥയിൽ അവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. മുഖാലിഫം ബിദാലിക ഹദിയൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ അവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട്. അവരിൽ പലരും ഈ പറയുന്ന രോമങ്ങളെല്ലാം നീട്ടി വളർത്തുന്നതിനെ ദീനായിട്ട് കാണുന്നവരുണ്ട് പലപ്പോഴും. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ദീൻ എന്ത് ചെയ്യുന്നു,
ശുദ്ധിയും വൃത്തിയുമെല്ലാം പഠിപ്പിക്കുകയാണ്. ഒരു മുസ്ലിം എപ്പോഴും ശുദ്ധനായ നിലയിൽ ഭംഗിയുള്ള അവസ്ഥയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണത്. വലിമാ ഫീ ബഅദിഹാ മിൻ തംയീസ് ബൈന റിജാലി വന്നിസാ, വേറെ ചിലതിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വേർതിരിയണമെന്നുള്ള ലക്ഷ്യമുണ്ട്. സ്ത്രീകളുടെ കോലത്തിൽ പുരുഷന്മാരാകാൻ പാടില്ല, പുരുഷന്മാരുടെ രീതിയിൽ സ്ത്രീകളാകാൻ പാടില്ല. ലിയബ്ഖാ ലികുല്ലി മിൻഹുമാ ശഖ്സിയ്യതുൽ മുനാസിബ ലിവളീഫതിഹി ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ ഓരോ ആളുകൾക്കും അല്ലാഹു നിശ്ചയിച്ച അവരുടെ ദൗത്യങ്ങളുണ്ട്. അതിന് അനുയോജ്യമായ നിലയിലാണ് അല്ലാഹു ചെയ്തിരിക്കുന്നത്, അവരുടെ ശരീരത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അവരുടെ വ്യക്തിത്വം അതേ രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിലനിൽക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ്. ഓരോ ആളുകൾക്കും അല്ലാഹു നൽകിയിരിക്കുന്നത് അവരുടേതായ ദൗത്യങ്ങളാണ്. ആ ദൗത്യങ്ങളിൽ തന്നെ എന്ത് ചെയ്യാൻ, തുടരാൻ വേണ്ടിയിട്ടാണ് നിയമമാക്കിയിരിക്കുന്നത്. ലാകിൻ അബാ കസീറും മിനൽ മഖ്ദൂഈൻ അല്ലദീന യദ്ലിമൂന അൻഫുസഹും, എന്നാൽ സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്യുന്ന വഞ്ചനയിൽ അകപ്പെട്ട പലരും ഇതിനെന്ത് ചെയ്യുന്നു, അവർ നിരസിക്കുകയാണ്. അബൗ ഇല്ലാ മുഖാലഫത്തി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് കാണിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. വസ്തിറാദ് തഖാലീദ് അല്ലത്തി ലാ തതനാസബു മഅ ദീനിനാ വ ശഖ്സിയ്യത്തിന ഇസ്ലാമിയ്യ, അതേപോലെ പല പാശ്ചാത്യ അനുകരണങ്ങളും അവരുടെ രീതികളും സംസ്കാരങ്ങളും എന്ത് ചെയ്യുന്നു, ഇറക്കുമതി ചെയ്യുന്നു. അതാകട്ടെ നമ്മുടെ ദീനിനോടോ അതല്ലെങ്കിൽ മുസ്ലിം വ്യക്തികളോടോ അവരുടെ സംസ്കാരത്തോട് വ്യക്തിത്വത്തോട് യോജിക്കാത്തതാണ്, അനുയോജ്യമല്ലാത്തതാണ്. അതിനെ പിന്തുടരുകയും അതേപോലെ തന്നെ സ്വന്തം നഫ്സുകളോട് അക്രമം കാണിക്കുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധവുമായിട്ടാണ് പല ആളുകളും എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അങ്ങനെ അവർ വഞ്ചനയിലകപ്പെട്ടു പോയിരിക്കുകയാണ്. واتخذوا من سفلة الغرب أو الشرق قدوة لهم في شخصيتهم, എന്നിട്ട് പശ്ചാത്യരായ അല്ലെങ്കിൽ പൗരസ്ത്യരായ വളരെ നീചരായ പല ആളുകളെയും അവരുടെ വ്യക്തിത്വങ്ങളെ അവരുടെ സംസ്കാരങ്ങളെ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഫസ്തബ്ദലുല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, ഏറ്റവും നല്ല ഒരു സംസ്കാരം അല്ലാഹു അവർക്ക് കൊടുത്തിട്ട് അത് മാറ്റിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഏറ്റവും മോശപ്പെട്ടതിനെ അവർ സ്വീകരിക്കുന്നു. ബലിസ്തബദുൽ ഖബീസ ബിത്വയ്യിബ്, അവർ നല്ലതിനെ മാറ്റിവെച്ച് വളരെ നീചമായതിനെ വികൃതമായതിനെ സ്വീകരിക്കുന്നു, പകരമാക്കുന്നു. വന്നഖ്സ ബിൽ കമാൽ, സമ്പൂർണ്ണതയെ വിട്ടിട്ട് കുറവുള്ള ന്യൂനതയുള്ളതിനെ അവർ പകരമാക്കുന്നു. അങ്ങനെ ഫജനഉ അലാ അൻഫുസിഹിം വഅലാ മുജ്തമഇഹിം, അവർ സ്വന്തം നഫ്സുകളോടാണ് അക്രമം ചെയ്യുന്നത്, സമൂഹത്തോടും ഒന്നടങ്കം ചെയ്യുന്നു, അക്രമം കാണിക്കുന്നു. വജാഉ ബിസുന്നത്തിൻ സയ്യിഅ, എന്നിട്ട് വളരെ മോശപ്പെട്ട ചില സുന്നത്തുകൾ എന്ത് ചെയ്യുന്നു, അവർ നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവരികയാണ്. ബാഉ ബിഇസ്മിഹാ വഇസ്മി മൻ ആമില ബിഹാ തബഅൻ ലഹും, അതുകൊണ്ട് അതിന്റെ സ്വന്തം പാപങ്ങൾ അവരുടെ ഭാരം അവരെ പേറേണ്ടി വരും. ഇങ്ങനെയുള്ള ചര്യകൾ നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ പിന്തുടരുന്ന ആളുകളുടെയും പാപഭാരം ആര് ചുമക്കേണ്ടി വരും, ഇവർ ചുമക്കേണ്ടി വരും. ഒരു മോശപ്പെട്ട ഒരു സുന്നത്ത് ഒരാൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ അതിന് ഉത്തരവാദിയാവാനായി തീരും. അതിനാൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. മാത്രമല്ല ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള തിന്മകൾ പ്രത്യക്ഷമായ തിന്മകളിൽപ്പെട്ടതാണ്. രഹസ്യമായ ഒരു തിന്മയേക്കാൾ വളരെ ഗൗരവമേറിയതാണെന്ത്, പരസ്യമായ തിന്മകൾ. പരസ്യമായിട്ട് ഒരാൾ ഒരു തിന്മ ചെയ്യുന്നു, അതിന്റെ അർത്ഥം അവനെന്ത് ചെയ്യുന്നു, അതിൽ അഭിമാനം കൊള്ളുന്നു എന്നാണ് അർത്ഥം. തിന്മ ചെയ്തിട്ട് അഭിമാനം കൊള്ളുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യില്ല, നാളെ ആഖിറത്തിൽ അവരെ വിട്ടുവീഴ്ച ചെയ്യുകയില്ല. നരകപ്രവേശനം ചിലപ്പോൾ എന്ത് ചെയ്യും, സംഭവിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ. അല്ലാഹു മുവഫ്ഫിഖുൽ മുസ്ലിമീന ലിഇസ്ലാഹി അഅമാലിഹിം വഅഖ്വാലിഹിം, അല്ലാഹു മുസ്ലിം സമൂഹത്തിന് അവരുടെ അമലുകളും അവരുടെ കർമ്മങ്ങളും അവരുടെ വാക്കുകളും എല്ലാം നല്ലതാക്കി തീർക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. വർസുഖുഹും ലിഖലാസ ലിവജ്ഹിക്കൽ കരീം വതമസ്സുക ബിസുന്നതി നബിയിക സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ. നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കാനും ഈ ഉമ്മത്തിന് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. ഇതാണ് ഖിസാലുൽ ഫിത്രത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസന്നിഫ് സംസാരിക്കുന്നത്. അടുത്തത് ബാബുൻ ഫി അഹ്കാമിൽ വുദൂ, വുദൂവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ് അടുത്ത അധ്യായത്തിൽ പരാമർശിക്കുന്നത്. യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ, നമസ്കാരത്തിന് വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം.
വഅയ്ദിയകും ഇലൽ മറാഫിഖ്, മുട്ടുൾപ്പെടെ നിങ്ങളുടെ കൈകൾ എന്ത് ചെയ്യണം? കഴുകണം. വംസഹു ബിറൂസിക്കും, നിങ്ങളുടെ തലകൾ മുഴുവനും തടവുകയും ചെയ്യണം. വഅർജുലകും ഇലൽ കഅബൈൻ, ഞെരിയാണി ഉൾപ്പെടെ നിങ്ങളുടെ കാലുകളും എന്ത് ചെയ്യേണ്ടതുണ്ട്? കഴുകേണ്ടതുണ്ട് എന്ന പരിശുദ്ധ ഖുർആനിലെ വാക്യമാണ് ഈ അധ്യായത്തിന്റെ അടിസ്ഥാനപരമായ തെളിവ്. നമസ്കാരത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് വുദൂ നിർബന്ധമാണ്, നമസ്കാരം ശരിയാകാനുള്ള ഷർത്താണ് എന്നുള്ളതിനുള്ള തെളിവിതാണ്. ഹാദിഹിൽ ആയത്തുൽ കരീമ ഔജബത്തിൽ വുദൂ അലിസ്വലാ, നമസ്കാരത്തിന് വുദൂ നിർബന്ധമാണ് എന്ന് ഈ ആയത്ത് എന്ത് ചെയ്യുന്നു? നമ്മെ പഠിപ്പിക്കുന്നു. വബയ്യനത്തിൽ അഅ്ളാഅ അല്ലതി യജിബു ഗസ്ലുഹാ ഔ മസ്ഹുഹാ ഫിൽ വുദൂ, അതേപോലെ തന്നെ വുദൂ ചെയ്യുമ്പോൾ ഏതെല്ലാം അവയവങ്ങളാണ് കഴുകേണ്ടത്, ഏതെല്ലാം അവയവങ്ങളാണ് തടകേണ്ടത് എന്നും ഈ ആയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. വഹദ്ദദത് മവാഖിഅൽ വുദൂഇ മിൻഹ, അതേപോലെ തന്നെ വുദൂഇന്റെ മൗഖിഅകൾ, അതിന്റെ സ്ഥാനങ്ങൾ ഏതാണെന്ന് നിർണ്ണയിക്കുന്നുണ്ട്. ثم بين النبي صلى الله عليه وسلم صفة الوضوء بقوله وبفعله بيانا كافيا. അതിനുശേഷം ഈ ആയത്തിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദൂഇന്റെ ശരിയായ പൂർണ്ണ രൂപം നബി വാക്കുകൾ കൊണ്ട് അതേപോലെ തന്നെ പ്രവർത്തികൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. യഅലം അയ്യുഹൽ മുസ്ലിം അന്ന ലിൽ വുദൂഇ ശുറൂതൻ വഫുറൂദൻ വസുനനൻ. ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വുദൂഇന് പ്രധാനമായും അതിന് ഫർളുകളുണ്ട്, അതേപോലെ തന്നെ ശുറൂത്തുകളുണ്ട്, അതേപോലെ സുന്നത്തുകളുണ്ട്. ചില നിബന്ധനകളുണ്ട്, ശുറൂത്തുകളുണ്ട്, അതിന് അർക്കാനുകളുണ്ട്, ഫർളുകളുണ്ട്, അതേപോലെ തന്നെ ചില സുന്നത്തുകളുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ വുദൂഇനുണ്ട്. ഫശുറൂത്തു വൽ ഫുറൂദു ലാ ബുദ്ദ മിൻഹാ ഹസ്ബൽ ഇംകാൻ, ഷർത്തുകളും ഫർളുകളും സാധ്യമാകുന്ന രീതിയിൽ പൂർത്തിയാക്കൽ നിർബന്ധമാണ്. അതല്ലെങ്കിൽ എന്താവൂല? ലിയകൂനൽ വുദൂ സഹീഹൻ, വുദൂ സഹിയാകണമെങ്കിൽ അത് കൂടിയേ തീരൂ, അല്ലെങ്കിൽ വുദൂ സഹിയാവുകയില്ല. അപ്പോൾ വുദൂഇന്റെ ശുറൂത്തുകളും ഫർളുകളും സാധ്യമാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അതിനെ പൂർത്തിയാക്കൽ നിർബന്ധമാണ്. വഅമ്മ സുനൻ, എന്നാൽ സുന്നത്തുകൾ ഫഹിയ മുകമ്മിലാത്തുൽ വുദൂ, വുദൂഇന്റെ പരിപൂർണതയിലെത്തിക്കുന്ന കാര്യമാണ് സുന്നത്തുകൾ. വഫീഹ സിയാദത്തു അജ്രിൻ, അതിൽ ധാരാളം പ്രതിഫലം കൂടുതൽ കിട്ടും. വതർക്കുഹാ ലാ യംനഉ സിഹ്ഹത്തൽ വുദൂ, അതിനെ ഒരാൾ ഉപേക്ഷിച്ചാൽ വുദൂഇന്റെ സിഹ്ഹത്തിനെ അത് ബാധിക്കുകയില്ല. അത് ഉപേക്ഷിച്ചാലും എന്താണ്? വുദൂ സഹീഹാകും. ഇത് ഒന്നാമതായിട്ട് ഫശുറൂത്തു, ഷർത്തുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫശുറൂത്തു സമാനിയത്തു, 8 ഷർത്തുകളാണ് വുദൂഇനുള്ളത്. ഏതൊക്കെയാണ് 8 ഷർത്തുകൾ? വഹിയ അൽ ഇസ്ലാം, ഒന്നാമത്തെ ഇസ്ലാമാണ്. വൽ അഖൽ, മറ്റൊന്ന് ബുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് തംയീസ്, വകതിരിവാവുക എന്നുള്ളതാണ്. മറ്റൊന്ന് വന്നിയ്യത്തു, നിയ്യത്ത്. ഇതാണ് 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ഫലാ യസിഹുൽ വുദൂഉ മിൻ കാഫിരി. ഇപ്പോൾ ഈ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലേക്ക് പോവുകയാണ് മുസന്നിഫ്. ഫലാ യസിഹുൽ വുദൂഉ മിൻ കാഫിരി, അപ്പോൾ മുസ്ലിമാകണമെന്ന് പറയുമ്പോൾ കാഫിറിൽ നിന്നുണ്ടാവില്ല, വുദൂ സഹീഹാവുകയില്ല, കാഫിറിന്റെ അമൽ സ്വീകരിക്കുകയില്ല. അവന്റെ അമൽ സ്വീകരിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? മുസ്ലിമാകണം. അതേപോലെ തന്നെ വലാ മിൻ മജ്നൂനി, മജ്നൂനിൽ നിന്ന്, ഭ്രാന്തനിൽ നിന്നും സ്വീകരിക്കുകയില്ല. കാരണം അഖൽ, ബുദ്ധി ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. അപ്പോൾ ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ വുദൂ സഹീഹാവുകയില്ല. അതേപോലെ വലാമിൻ സ്വഗീരിൻ, വളരെ ചെറിയ കുട്ടിയിൽ നിന്നും സഹീഹാവുകയില്ല. കാരണം തമീസ് ഉണ്ടാകണം. വലാമിൻ സ്വഗീരിൻ ലാ യുമയ്യിസ്, വകതിരിവാകാത്ത കുട്ടി. കാരണം വകതിരിവ് ഉണ്ടാവുക എന്നുള്ളത് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ളതായ നിബന്ധനയിൽപ്പെട്ടതാണ്. വളരെ ചെറിയ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യില്ല? സ്വീകരിക്കപ്പെടുകയില്ല. വുദൂ വകതിരിവായാലേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. വകതിരിവിന് പ്രത്യേകിച്ച് എന്താണ് പ്രായപരിധിയൊന്നുമില്ല. സാധാരണ രീതിയിൽ 7 വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? വകതിരിവാകും. ചില കുട്ടികൾക്ക് അതിനു മുമ്പാകാം. ഒരു കുട്ടി എന്ത് ചെയ്യും? സ്വയം അവൻ ശുദ്ധി വരുത്താനും അതേപോലെ തന്നെ അവന്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും വലതേതാണ് ഇടതേതാണ് എന്നെല്ലാം തിരിച്ചറിയുന്ന, നമ്മൾ അഭിസംബോധന ചെയ്താൽ അതിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ സാധിക്കുന്ന അവസ്ഥ, ഇതിനാണ് എന്ന് പറയുക വകതിരിവ് എന്ന് പറയുക. അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവന് വകതിരിവായി. അപ്പോൾ അങ്ങനെ വകതിരിവെത്താത്ത വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ എന്താവില്ല, അത് സ്വീകരിക്കപ്പെടുകയില്ല. വലാ മിമ്മൻ ലം യൻവിൽ വുദൂ, അതേപോലെ തന്നെ നിയ്യത്തില്ലാത്തവന്റെയും വുദൂ സഹീഹാവുകയില്ല. ബി അന്നവാ തബറുദൻ, ഒരാൾ എന്ത് ചെയ്യുന്നു? വുദൂ ചെയ്യുന്നു, വുദൂവിന്റെ അവയവങ്ങളെല്ലാം കഴുകുന്നു. അവന്റെ നിയ്യത്ത് എന്താണ്? തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ചൂടുകാലത്ത്.
അല്ലെങ്കിൽ ഔ ഗസല അദാഹു ലിയുസീല അൻഹാ നജാസതൻ ഔ വസഖ, ഈ വുദൂഇന്റെ അവയവങ്ങളിൽ നജസ് മറ്റോ പുരണ്ടു, അതിന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴുകിയത്, എന്നാലും എന്താവില്ല, അത് വുദൂ ആയിട്ട് പരിഗണിക്കുകയില്ല. പിന്നെന്ത് വേണം? നിയ്യത്ത് വേണം. ഈ പറയുന്ന 4 കാര്യങ്ങൾ അത് എല്ലാ ഇബാദത്തുകൾക്കും ബാധകമാണ്. ഏത് ഇബാദത്തും സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുസ്ലിമാകേണ്ടതുണ്ട്, ബുദ്ധിയുള്ളവനാകേണ്ടതുണ്ട്, വകതിരിവുള്ളവനാകേണ്ടതുണ്ട്, നിയ്യത്ത് വേണ്ടതുണ്ട്. എന്നാൽ ഹജ്ജ് ഉംറയെ സംബന്ധിച്ചിടത്തോളം തമീസ് ഉണ്ടാവുക എന്നുള്ളതെന്നല്ല, നിർബന്ധമില്ല. തമീസ് ഇല്ലാത്ത ചെറിയ കുട്ടികൾക്കും എന്ത് ചെയ്യാം? അവർക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാം. മാതാപിതാക്കൾക്ക് അവരെ കൊണ്ട് എന്ത് ചെയ്താൽ മതി? കൂടെ ചെയ്താൽ മതി. അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവർ ചെയ്തു കൊടുത്താലും മതി. അതിനെന്തില്ല, ഈ പറയുന്ന തമീസ് നിർബന്ധമില്ല. ബാക്കിയുള്ള ഏത് ഇബാദാത്തുകൾക്കും എന്തുണ്ട്? ഈ 4 കാര്യങ്ങളും ആ ഇബാദാത്തുകളുടെ നിബന്ധനയിൽപ്പെട്ടതാണ്. 8 നിബന്ധനകളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 4 കഴിഞ്ഞതിന് ശേഷം 5-ാമത്തേത് വയുഷ്തറതു ലിൽ വുദൂഇ അയ്ളൻ അൻ യകൂനൽ മാഉ തഹൂറൻ കമാ സബഖ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശുദ്ധി വരുത്തണമെങ്കിൽ വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? തഹൂറായ വെള്ളമായിരിക്കണം. അതേപോലെ തന്നെ ഫഇൻ കാന നജിസൻ ലം യുജ്സിഹു, ഇത് നജിസായ വെള്ളമാണ് എങ്കിൽ എന്താവില്ല, അതുകൊണ്ട് വുദൂ ചെയ്യുക എന്നുള്ളത് മതിയാവുകയില്ല. അപ്പോൾ വെള്ളം ശുദ്ധിയുള്ളതായിരിക്കുക എന്നുള്ളതാണ് 5-ാമത്തെ നിബന്ധന. 6-ാമത്തേത് വയുഷ്തറതു ലിൽ വുദൂഇ അയ്ളൻ അൻ യകൂനൽ മാഉ മുബാഹൻ, ഈ വെള്ളം അനുവദനീയമായതായിരിക്കണം. അനുവദനീയമാവുക എന്ന് പറഞ്ഞാൽ ഫഇൻ കാന മഗ്സൂബൻ, പിടിച്ചു പറിച്ചതാണ് ആരുടെ എങ്കിലും കയ്യിൽ നിന്ന് അക്രമത്തോടെ, ഔ തഹസ്സല അലൈഹി ബിഗൈരി ത്വരീഖിൻ ശർഈ, നിയമപരമല്ലാത്ത ഏതെങ്കിലും വഴിയിലൂടെയാണ് അവൻ എന്ത് ചെയ്തത്? ഈ വെള്ളം കൈക്കലാക്കിയത്. എന്നാൽ ലം യസ്ഹിഹൽ വുദൂ ബി, അതുകൊണ്ട് എന്താവില്ല, വുദൂ സ്വഹീഹാവുക. മുബാഹായിരിക്കണം, ശുദ്ധമായ വെള്ളമായിരിക്കണം, അതേപോലെ അനുവദനീയമായതായിരിക്കണം. അത് 6-ാമത്തെ. 7-ാമത്തേത് വകദാലിക യുഷ്തറതു ലിൽ വുദൂഇ അൻ യസ്ബിഖഹു ഇസ്തിൻജാഉൻ ഔ ഇസ്തിജ്മാറുൻ അലാ മാ സബഖ തഫ്സീലു. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വുദൂ ശരിയാകണമെങ്കിൽ അതിന് മുന്നേ എന്ത് ചെയ്യേണ്ടതുണ്ട്? മലമൂത്ര വിസർജനം നടത്തിയ ഒരാൾ ഇസ്തിജ്മാറോ ഇസ്തിൻജാവോ നടത്തണം. വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടോ ശുദ്ധി വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ശുദ്ധി വരുത്തിയതിന് ശേഷം വുദൂ ചെയ്താലാണ് എന്താവും? വുദൂ ശരിയാവുകയുള്ളൂ. ഒരു ഉലമാക്കളുടെ ഒരു വിഭാഗം ഉലമാക്കളുടെ അഭിപ്രായപ്രകാരം അത് ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുകയാണെന്ത് ഉത്തമം. നജസുമായി നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവുകയില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വുദൂ ചെയ്തതിന് ശേഷം പിന്നെ ഒരാൾ ഇസ്തിജ്മാർ ശുദ്ധി വരുത്താൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവന്റെ വുദൂ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വുദൂ ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യേണ്ടതുണ്ട്? മലമൂത്ര വിസർജനത്തിൽ നിന്ന് ശുദ്ധി വരുത്തുക എന്നുള്ളത് വുദൂവിന്റെ നിബന്ധനകളിൽ പെട്ടതാണ്. അതേപോലെ വയുഷ്തറതു ലിൽ വുദൂഇ അയ്ളൻ 8-ാമത്തേത് ഇസാലതു മാ യംനഉ വസൂലൽ മാഇ ഇലൽ ജിൽദി, നമ്മുടെ തൊലിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന എന്തെങ്കിലും വുദൂഇന്റെ അവയവങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നീക്കം ചെയ്യണം. വെള്ളം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ അല്ലെങ്കിൽ ചേരുന്നതിനെ തടുക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്യലാണ്. ഫലാ ബുദ്ദ ലിൽ മുതവദ്ദിഇ അൻ യുസീല മാ അലാ അഅ്ദാഇൽ വുദൂ, വുദൂഇന്റെ അവയവങ്ങളിലുള്ളതായ വസ്തുക്കൾ നീക്കം ചെയ്യൽ വുദൂ ചെയ്യുന്നവന് നിർബന്ധമാണ്, അനിവാര്യമാണ്. മിൻ തീനി, ചിലപ്പോൾ കളിമണ്ണുകൾ, ഒട്ടിപ്പിടിച്ചിരിക്കാവുന്ന കളിമണ്ണ് പോലുള്ള വസ്തുക്കൾ, ഔ അജീനിൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിയിരിക്കുന്ന കുഴമാവ്, മാവ് കുഴച്ച ആളുകളെ സംബന്ധിച്ചത് കയ്യിൽ ഒട്ടിയിരിക്കുന്ന മാവ്, ഔ ഷംഇൻ, അല്ലെങ്കിൽ മെഴുകുതിരി പോലുള്ള മെഴുകു പോലുള്ള വസ്തുക്കൾ, ഔ വസഖിൻ മുതറാക്കിമിൻ, അല്ലെങ്കിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ, അല്ലെങ്കിൽ ഔ അസ്ബാഗുൻ സമീക, കട്ടിയുള്ള ഏതെങ്കിലും ചായങ്ങൾ, പറിച്ചെടുത്താൽ പോരുന്ന രീതിയിലുള്ള ഏതെങ്കിലും ചായം തേച്ചിട്ടുണ്ട് വിരലുകളിലോ മറ്റൊക്കെ, അങ്ങനെയുള്ള പെയിന്റുകൾ പോലുള്ളത്. ലിയജ്രിൽ മാഉ അലാ ജൽദിൽ ഉദുവി മുബാശറതൻ മിൻ ഗൈരി ഹായിൽ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു തടസ്സവും കൂടാതെ വുദൂഇന്റെ അവയവങ്ങളിലേക്ക്, തൊലിയിലേക്ക് വെള്ളം നേരം ചെല്ലണം, എത്തിച്ചേരണം. അപ്പൊ അത് എത്തിച്ചേരുന്നതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് 8 ഷർത്തുകൾ. ഈ 8 ഷർത്തുകൾ പാലിച്ചാലേ എന്താവും? വുദൂ സ്വഹീഹാവുകയുള്ളൂ. വഅമ്മാ ഫുറൂദുൽ വുദൂഇ വഹിയ അഅ്ദാഉ ഫഹിയ സിത്തത്തുൻ, എന്നാൽ വുദൂഇന്റെ ഫർളുകൾ ഏതൊക്കെയാണ്? വുദൂഇന്റെ ഫർളുകൾ 6 അഹദുഹാ, അതിൽ 1-ാമത്തേത് ഗസ്ലുൽ വജ്ഹി ബികാമിലിഹി, മുഖം പൂർണ്ണമായും കഴുകലാണ്. അതാണ് 1-ാമത്തേത്. വമിൻഹുൽ മദ്മളതു വൽ ഇസ്തിൻഷാഖ്, അതിൽ പെട്ടതാണെന്ത്? വായ കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റലും അതിൽപ്പെട്ടതാണ്. ഇത് മുഖം കഴുകുന്നതിൽ പെട്ടതാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം.
ഉലമാക്കൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും പല ഉലമാക്കളും എന്താണ് നിർബന്ധമാണ്. വായ കുപ്പിക്കലും അതേപോലെ മൂക്കിൽ വെള്ളം കയറ്റലും എന്താണ് നിർബന്ധമാണ്. കാരണം അത് മുഖത്തിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളതിനാൽ ആധുനികരായ പണ്ഡിതന്മാർ ഇമാം ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, ഇമാം അൽബാനി റഹിമഹുമുല്ലാ അവരെല്ലാവരും അത് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഫമൻ ഗസല വജ്ഹഹു, അപ്പോൾ ഒരാൾ മുഖം കഴുകുന്നു, പക്ഷേ വതറക്കൽ മദ്മദ വൽ ഇസ്തിൻഷാഖ ഔ അഹദഹുമാ, അവൻ എന്ത് ചെയ്യുന്നില്ല, വായ കുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റുന്നില്ല, അല്ലെങ്കിൽ രണ്ടാലൊന്നും എന്ത് ചെയ്യുന്നു, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ലം യസ്ഹഹ വുദൂഉ, അവന്റെ വുദൂ എന്താവില്ല, സ്വഹീഹാവുകയില്ല. ലിഅന്നൽ ഫമ വൽ അൻഫ മിനൽ വജ്ഹി, കാരണം മൂക്കും വായയും എന്തിൽപ്പെട്ടതാണ്, മുഖത്തിൽപ്പെട്ടതാണ് എന്നുള്ളതിനാൽ. വല്ലാഹു തആല യഖൂൽ, അല്ലാഹു പറഞ്ഞു ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ എന്ത് ചെയ്യണം, കഴുകണം എന്നാണ് അല്ലാഹു കൽപ്പിച്ചത്. അപ്പോൾ മുഖത്തിൽപ്പെട്ടതാണ് മൂക്കും വായയും എന്നുള്ളതിനാൽ അതും എന്ത് ചെയ്യണം, വൃത്തിയാക്കണം. ഫഅമറ ബിഗസ്ലിൽ വജ്ഹി കുല്ലി, അപ്പോൾ മുഖം മുഴുവൻ കഴുകാനാണ് അല്ലാഹു കൽപ്പിച്ചത്. ഫമൻ തറക ശൈഅൻ മിൻഹു ലം യകുൻ മുംതസിലൻ അംറ അല്ലാഹി തആല, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരാൾ ഉപേക്ഷിച്ചാൽ അല്ലാഹുവിന്റെ കൽപ്പനയെ അവൻ എന്താവില്ല, അനുസരിച്ചവനാവുകയില്ല. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമദുമ വസ്തൻഷഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായ കുപ്പിക്കുമായിരുന്നു, അതേപോലെ മൂക്കിൽ വെള്ളവും കയറ്റുമായിരുന്നു. ഇതാണ് ഒന്നാമത്തെ റുക്കൻ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ശേഷം ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. വുദൂഇന്റെ രൂപം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, വിശദമായി വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഫർളുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ശുറൂത്തുകൾ പറഞ്ഞു, ഏതെല്ലാമാണ് ഫർളുകൾ. രണ്ടാമത്തേത് ഗസ്ലുൽ യദൈനി മഅൽ മിർഫഖൈൻ, രണ്ട് കൈകളും മുട്ടുകൾ ഉൾപ്പെടെ കഴുകലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഅയ്ദിയകും ഇലൽ മറാഫിഖ്, മുട്ടുകൾ ഉൾപ്പെടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൈകളും നിങ്ങൾ കഴുകണം. ഐ മഅൽ മറാഫിഖ്, ഇലൽ മറാഫിഖ് എന്ന് പറഞ്ഞാൽ മുട്ടുവരെയും എന്നല്ല, പിന്നെന്താണ് മഅൽ മറാഫിഖ് എന്നാണ് അതിന്റെ അർത്ഥം, മുട്ടുകൾ ഉൾപ്പെടെ എന്നാണ്. കാരണം ലിഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദാറൽ മാഅ അലാ മിർഫഖൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ചെയ്തു ഇങ്ങനെ ചുറ്റി കഴിയിട്ടുണ്ട്, മിർഫഖൈൻ അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകൾ ഉൾപ്പെടെ. മറ്റൊരു ഹദീസിൽ കാണാം ഗസല യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകൾ കഴുകി, ഹത്താ അശ്റഅ ഫിൽ അദുദി, എവിടെ പ്രവേശിക്കുന്നവരെയും, ഈ തണ്ടൻ കൈയിൽ തോൾ കൈയിൽ പ്രവേശിക്കുന്നവരെയും, അദുദ് എന്ന് പറഞ്ഞാൽ തോൾ മുതൽ മുട്ട് വരെയുള്ള ഭാഗമാണ്, അവിടേക്ക് പ്രവേശിക്കുന്നത് വരെയും എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കഴുകി. അപ്പോൾ മുട്ടും എന്ത് ചെയ്തു, അതിനകത്ത് ഉൾപ്പെട്ടു. മിമ്മ യദുല്ലു അലാ ദുഖൂലിൽ മിർഫഖൈനി ഫിൽ മഗ്സുൽ, അപ്പോൾ കഴുകപ്പെട്ടതിൽ രണ്ട് മുട്ടുകളും ഉൾപ്പെടുമെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹദീസ് അറിയിക്കുന്നുണ്ട് എന്നുള്ളതിനാലാണ്. അപ്പോൾ കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫർദ്. വസ്സാലിസു, മൂന്നാമത്തേത് മസ്ഹുർ റഅസി കുല്ലി, തല മുഴുവനും തടവുക എന്നുള്ളതാണ്. വമിൻഹുൽ ഉദ്നാൻ, ആ തലയിൽപ്പെട്ടത് തന്നെയാണ് എന്ത്, രണ്ട് ചെവികളും. കാരണം ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞു വംസഹൂ ബിറുഊസികും, നിങ്ങളുടെ തലകളെ നിങ്ങൾ എന്ത് ചെയ്തോ, തടവിക്കൊള്ളുക. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഉദ്നാനി മിനർ റഅസ്, രണ്ട് ചെവികളും എന്തിൽപ്പെട്ടതാണ്, തലയിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റവാഹു ഇബ്നു മാജ വദ്ദാറഖുത്നി വഗൈറുഹുമാ, ഇമാം ഇബ്നു മാജയും ദാറഖുത്നിയും മറ്റുള്ളവരെല്ലാം ഉദ്ധരിച്ചതാണ്. ഇലാ ബിമഅനാ മഅ അല്ല, റവാഹു ഇബ്നു മാജ ഫലാ യുജിസു മസ്ഹു ബഅദ് റഅസ്, അതുകൊണ്ട് തന്നെ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗം തടയാൽ എന്താവില്ല, മതിയാവുകയില്ല. തല മുഴുവനും എന്ത് ചെയ്യണം, തടകണം എന്നുള്ളതാണ്. തല മുഴുവനും തടകണം എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. വംസഹൂ ബിറുഊസികും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമായിരുന്നു. മാത്രമല്ല വംസഹൂ ബിറുഊസികും എന്നവിടെ ബാ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ മുഴുവനും തടകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ വംസഹൂ റുഊസകും, നിങ്ങളുടെ തല തടവൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ബാ അവിടെ കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടാണ്, അത് പൂർണ്ണമായി തടകണം എന്നുള്ള അർത്ഥം ലഭിക്കാനാണ് എന്ന് ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു അധികമായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, ഒരു ബായിനെ അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അധികമായി ഒന്ന് വന്നപ്പോൾ അതിന് അർത്ഥത്തിന് എന്തുണ്ട്, ആശയത്തിനും താല്പര്യത്തിനും വ്യത്യാസമുണ്ട് എന്നുള്ളതിനാലാണ്. നാലാമത്തേത് ഗസ്ലുൽ റിജ്ലൈനി മഅൽ കഅബൈൻ, രണ്ട് കാലുകൾ കഴുകലാണ്. എന്തിനോടുകൂടെ, ഞെരിയാണുകളോടുകൂടെ. അതിനും അള്ളാഹുവിന്റെ വാക്യമാണ് തെളിവ്. ഖൗലിഹി തആല വഅർജുലകും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കാലുകളും എന്ത് ചെയ്തോ, രണ്ട് ഞെരിയാണുകൾ ഉൾപ്പെടെ കഴുകിക്കൊള്ളുക. വ ഇലാ ബിമഅനാ മഅ, ഇലൽ കഅബൈൻ എന്ന് പറഞ്ഞാൽ ഞെരിയാണി വരെ എന്നല്ല, പിന്നെയോ ഞെരിയാണി ഉൾപ്പെടെ എന്നുള്ള അർത്ഥത്തിനാണ്.
വദാലിക ലിൽ അഹാദിസിൽ വാരിദത്തി ഫീ സിഫത്തിൽ വുദു. കാരണം വുദുഇന്റെ വിശദാംശങ്ങൾ പറയുന്ന സിഫത്തുകൾ പറയുന്ന ഹദീസുകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ഫഇന്നഹു തദുല്ലു അലാ ദുഖൂലിൽ കഅബൈനി ഫിൽ മഗ്സൂലി. കാരണം ഈ ഹദീസുകൾ കഴുകപ്പെടുന്ന ഭാഗം ഈ നെരിയാണിയും ഉൾപ്പെടും, അതിൽ പ്രവേശിക്കും എന്നറിയിക്കുന്ന ഹദീസുകളുണ്ട് എന്നുള്ളതിനാലാണ്. ഇതാണ് 4ാമത്തെ ഫർള്. അപ്പോൾ 1ാമത്തെ ഫർള് മുഖം കഴുകുക, 2ാമത്തേത് മുട്ടുൾപ്പെടെ 2 കൈകൾ കഴുകുക, 3ാമത്തേത് തല തടവുക പൂർണ്ണമായും, 4ാമത്തേത് 2 കാലുകളും ചെയ്യുക, നെരിയാണി ഉൾപ്പെടെ കഴുകുക. 5ാമത്തേത് തർത്തീബ്. എന്താണ്? തർത്തീബാണ്, ക്രമപ്രകാരം ചെയ്യലാണ്. ഈ പറഞ്ഞ ഓർഡർ പ്രകാരമാണ് ചെയ്യേണ്ടത്. ബിഅൻ യഗ്സിലൽ വജ്ഹ അവ്വലൻ. അപ്പോൾ ആദ്യം എന്ത് വേണം? മുഖം കഴുകണം. സുമ്മൽ യദൈൻ, പിന്നെ 2 കൈകൾ. സുമ്മ യംസഹു റഅസ, പിന്നെ എന്ത് ചെയ്യണം? തല തടകണം. സുമ്മ യഗ്സിലു റിജ്ലൈൻ, പിന്നെ എന്ത് ചെയ്യണം? 2 കാലുകൾ കഴുകണം. എന്താണ് ഈ തർത്തീബ് വേണമെന്ന് പറയാൻ കാരണം? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ ഓർഡറിലാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? തലകൾ കഴുകണം, മുഖം കഴുകണം. വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, പിന്നെ എന്ത് വേണം? കൈകൾ കഴുകണം. വംസഹൂ ബിറുഊസിക്കും, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ തലകൾ തടകണം. വഅർജുലക്കും ഇലൽ കഅബൈൻ, പിന്നെ എന്ത് ചെയ്യണം? കാലുകൾ കഴുകണം. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റത്തബൽ വുദൂഅ അലാ ഹാദിഹിൽ കൈഫിയ. ഈ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? വുദൂഅ ചെയ്തത്. വഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വുദൂഅ ചെയ്ത് കാണിച്ചിട്ട് നബി പറഞ്ഞു, ഹാദാ വുദൂഉൻ ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ ഇല്ലാ ബിഹി. ഇങ്ങനെ അല്ലാതെ വുദൂഅ ചെയ്താൽ എന്താവില്ല. ഇങ്ങനെ ഇതാണ് വുദൂഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വുദൂഅ ചെയ്താൽ അല്ലാതെ എന്ത് ചെയ്യില്ല, സ്വീകരിക്കുക, സ്വലാത്ത് നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് പറയും. അപ്പോൾ നബി വുദൂഅ ചെയ്ത് കാണിച്ചു കൊടുത്തത് ഇങ്ങനെയാണ് എന്നുള്ളതിനാലാണ്. മാത്രമല്ല, ഇവിടെ കഴുകേണ്ട ഭാഗങ്ങളുടെ ഇടയിലാണ് എന്ത് ചെയ്തത്? തടകേണ്ട തല പറഞ്ഞത്. അപ്പോ ഇത് ഓർഡറിൽ തന്നെ വേണമെന്നുള്ളതിനാലാണ് ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്തത്? തല തടകണം എന്നുള്ള ഇടയിൽ കൊണ്ടുവന്നത്. ആ ഓർഡർ വേണ്ടതില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതിയായിരുന്നു? കൈ കഴുകണം, എന്നിട്ട് കാല് കഴുകണം, പിന്നെ അവസാനം എന്ത് ചെയ്യുമായിരുന്നു? തല തടകണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഓർഡർ അവിടെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതിനാലാണ് ഇടയിൽ എന്ത് ചെയ്തത്? തല തടകണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂ എന്തായിരുന്നു? ഈ തർത്തീബ് പ്രകാരമായിരുന്നു എന്നുള്ളതിനാലും തർത്തീബ് എന്താണ്? അത് വുദൂഇന്റെ ഫർളിൽപ്പെട്ടതാണ്. അസ്സാദിസു, 6ാമത്തെ ഫർള് അൽ മുവാലാത്തു. അത് തുടരെ ചെയ്യുക എന്നുള്ളതാണ്. മുവാലാത്ത് വേണം. വഹിയ അൻ യകൂന ഗസ്ലുൽ അഅദാഇൽ മദ്കൂറത്തി മുതവാലിയൻ. ഈ പറയപ്പെട്ട അവയവങ്ങൾ തുടരെ കഴുകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഹൈസു ലാ യഫ്സിലു ബൈന ഗസ്ലി ഉദുവിൻ വഗസ്ലിൽ ഉദുവി അല്ലദീ ഖബല. അപ്പോൾ ഒരു അവയവം കഴുകിയതിനു ശേഷം വേറൊരു അവയവം കഴുകുന്നതിലേക്ക് ഇടയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. മുഖം കഴുകിയതിനു ശേഷം എന്ത് ചെയ്തു? അവൻ വേറെ ഏതെങ്കിലും പണിക്ക് പോയി, അതിനുശേഷം എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു? കൈ കഴുകി, പിന്നെ ഫോൺ കൊള്ളുന്നപ്പോൾ ഫോൺ എടുത്തു, കുറേ നേരം സംസാരിച്ചു, എന്നിട്ട് പിന്നെ അടുത്ത്. ഇങ്ങനെയല്ല, തുടരെ എന്ത് ചെയ്യണം? ആയിരിക്കണം. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൽ യുതാബിഉ ഗസ്ല അൽ അഅദാഇൽ വാഹിദി തിൽവൽ ആഖർ ഹസ്ബൽ ഇംകാൻ. കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക? ഓരോ അവയവങ്ങളും കഴുകിയതിനു ശേഷം തൊട്ടുടനെ എന്നുള്ള നിലയിൽ അടുത്തടുത്ത് കൊണ്ടുവരിക. ഇതാണ് 6 ഫർളുകൾ. ഹാദിഹി ഫുറൂദുൽ വുദൂഇ അല്ലതി ലാ ബുദ്ദ മിൻഹാ ഫീ അലാ വിഫ്തി മാ ദക്കറഹു അല്ലാഹു ഫീ കിതാബി. ഈ പറയുന്ന വുദൂഇന്റെ ഫർളുകൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിന് പ്രകാരം തന്നെ ചെയ്യൽ എന്താണ്? അനിവാര്യമായ ഫർളുകളാണ്. അപ്പോൾ ശുറൂത്തുകൾ പറഞ്ഞു, അതേപോലെ തന്നെ ഫർളുകൾ പറഞ്ഞു. 8 ശുറൂത്തുകളും 6 ഫർളുകളും. വഖദ് ഇഖ്തലഫ അൽ ഉലമാഉ ഫീ ഹുക്മി തസ്മിയത്തി ഫീ ഇബ്തിദാഇൽ വുദൂ. വുദൂഇന്റെ തുടക്കത്തിൽ ബിസ്മി പറയണോ വേണ്ടയോ, അത് നിർബന്ധമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്ത് ചെയ്തു? ഉലമാക്കൾക്ക് ഖിലാഫുണ്ട്. നിർബന്ധമായിട്ടും വേണോ അല്ലയോ എന്നുള്ളതിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഹൽ ഹിയ വാജിബത്തുൻ ഔ സുന്ന, വാജിബാണോ സുന്നത്താണോ എന്നുള്ളതിലാണെന്ത് തർക്കം. ഹിയ ഇൻദൽ ജമീഇ മശ്റൂഅത്തുൻ വലാ യൻബഗി തർക്കുഹ. എന്നാൽ അത് എല്ലാവരുടെ അടുക്കലും നിയമപരമാണ് എന്നുള്ളതിനെന്തില്ല? തർക്കമില്ല. അത് വേണം എന്നുള്ളതിലെന്തില്ല? തർക്കമില്ല. നിർബന്ധമായിട്ടും വേണോ സുന്നത്തായിട്ട് വേണോ എന്നുള്ളതിലെന്തുണ്ട്? തർക്കമുണ്ട്. അതുകൊണ്ട് വലാ യൻബഗി തർക്കുഹ, അതിന് ഉപേക്ഷിക്കുക എന്നുള്ളത് എന്തല്ല? പാടില്ലാത്തതാണ്. വസുഫത്തുഹ അൻ യഖൂൽ ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറയലാണെന്ത്? സുന്നത്ത്. വഇൻ സാദ അർ റഹ്മാൻ റഹീം ഫലാ ബഅസ്, റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താണ് മുസന്നിഫ്
വിശദീകരിക്കുന്നത്. ഇനി വൽ ഹിക്മത്തു വല്ലാഹു ആലം, ഇങ്ങനെ ഈ പറയുന്ന അവയവങ്ങൾ വുദൂഇന് കഴുകുന്നതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? അല്ലാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. എന്നാൽ മുസന്നിഫ് പറയുകയാണ് ഫി ഇഖ്തിസാസി ഹാദിഹിൽ അഅദാഇൽ അർബഅ ബിൽ വുദൂ, വുദൂ കൊണ്ട് ഈ 4 അവയവങ്ങളെ മാത്രം പ്രത്യേകമാക്കുന്നതിലുള്ള അതിന്റെ പിന്നിലുള്ള യുക്തി ലിഅന്നഹാ അസ്റഉ മാ യതഹറകു മിനൽ ബദനി ലിക്തിസാബി ദുനൂബ്, പാപങ്ങൾ ചെയ്യാൻ, തിന്മകൾ ചെയ്യാൻ ശരീരത്തിൽ നിന്ന് വേഗതയിൽ ചലിപ്പിക്കുന്ന അവയവങ്ങളാണെന്ത്? ഈ പറയുന്ന അവയവങ്ങൾ. ഈ പറയുന്ന അവയവങ്ങളാണ് പലപ്പോഴും ചെയ്യുക, അധികമായി തിന്മകൾ ചെയ്യുക. കണ്ണുകൾ, അതേപോലെ തന്നെ അവന്റെ കൈകാലുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് സാധാരണ എന്ത് ചെയ്യുക? പാപങ്ങളിലേക്ക് ഏർപ്പെടുക. അപ്പോ ഫകാന ഫീ തത്ഹീരി ളാഹിരിഹാ തംബീഹുൻ അലാ തത്ഹീരി ബാത്തിനിഹാ, അപ്പൊ ഇതിന്റെ ഈ ബാഹ്യമായ ഭാഗങ്ങൾ ശുദ്ധീകരിക്കുന്നതിൽ ആന്തരികമായ ശുദ്ധിയിലേക്ക് എന്തുണ്ട്? ഒരു ഉണർത്തലുണ്ട്. ബാഹ്യമായ ഈ അവയവങ്ങളെ ശുദ്ധീകരിക്കുന്നതിലൂടെ ഒരാൾ ആന്തരികമായ ശുദ്ധി വരുത്തുന്നതിന്റെ മേലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഉണർത്തുന്നുണ്ട്. മാത്രമല്ല വഖദ് അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, അന്നൽ മുസ്ലിമ കുല്ലമാ ഗസല ഉദുവൻ മിൻഹാ, ഒരു മുസ്ലിം ഈ അവയവങ്ങളിൽ നിന്ന് ഓരോ അവയവങ്ങളെയും കഴുകുമ്പോൾ ഹുത്ത അൻഹു കുല്ലു ഖതിഅത്തിൻ അസാബഹ ബിദാലിക്കൽ ഉദു, ആ അവയവം കൊണ്ട് അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം തന്നെ ചെയ്യും, മായ്ച്ചു കളയപ്പെടും. വഅന്നഹാ തഖ്റുജു ഖതായാഹു മഅൽ മാഇ, വെള്ളം ഒലിച്ചു പോകുമ്പോൾ അതിന്റെ കൂടെ അവന്റെ പാപങ്ങളും ചെയ്യും, ഒലിച്ചു പോകും. ഔ മഅ ആഖിരി ഖത്ലിൽ മാ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അവസാന തുള്ളി അവന്റെ ശരീരത്തിൽ നിന്ന് ആ അവയവങ്ങളിൽ നിന്ന് പോകുമ്പോൾ അതിന്റെ കൂടെ ഒന്നും ചെയ്യും, ആ അവയവം കൊണ്ട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഇല്ലാതെയായി പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ثم أرشد صلى الله عليه وسلم بعد غسل هذه الأعضاء إلى تجديد الإيمان بالشهادتين, ഇങ്ങനെ അവയവങ്ങളെല്ലാം കഴുകിയതിനു ശേഷം അവന്റെ ഈമാൻ ഷഹാദത്തുകൾ കൊണ്ട്, 2 ഷഹാദത്തുകൾ കൊണ്ട് എന്ത് ചെയ്യണം? പുതുക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വുദൂഇന് ശേഷം എന്ത് ചെയ്യണം? ഷഹാദത്ത് പറയണം. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ഷഹാദത്ത് പുതുക്കണം. ഇത് ഇഷാറത്തുൻ ഇലൽ ജംഇ ബൈന തഹാറത്തൈൻ അൽ ഹിസ്സിയ്യ വൽ മാനവിയ്യ, ഇത് ഉണർത്തുന്നത് എന്താണ്? ഇതൊരു സൂചനയാണ്, ഒരാൾ ബാഹ്യമായും ആന്തരികമായും എന്ത് ചെയ്യേണ്ടതുണ്ട്? ശുദ്ധി വരുത്തുന്നതിന്റെ അനിവാര്യതയിലേക്ക് ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാഹ്യാവയവങ്ങൾ ശുദ്ധമാക്കുമ്പോൾ അതിനോട് കൂടെ എന്ത് ചെയ്യുക? ഹൃദയവും അവന്റെ ഉള്ളുമെല്ലാം ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമെല്ലാം നിഫാഖ് പോലുള്ള, അഹങ്കാരം പോലുള്ള ഇതുപോലുള്ള മാലിന്യങ്ങളിൽ നിന്ന് ഉള്ളും എന്ത് ചെയ്യേണ്ടതുണ്ട്? ശുദ്ധമാക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സൂചന അതിലുണ്ട്. ഫൽ ഹിസ്സിയ്യതു തകൂനു ബിൽ മാഇ അല സിഫത്തി അല്ലതി ബയ്യനഹ അല്ലാഹു ഫീ കിതാബിഹി മിൻ ഗസ്ലി ഹാദിഹിൽ അഅളാ, ഭാഗ്യമായ ശുദ്ധി ഉണ്ടാകണം എങ്ങനെയാണ്? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചതുപോലെ പറയപ്പെട്ട അവയവങ്ങളെ വെള്ളം കൊണ്ട് കഴുകുന്നതിലൂടെയാണ് ഭാഗ്യ ശുദ്ധി ഉണ്ടാവുക. വൽ മാനവിയ്യതു, ആന്തരികമായ ശുദ്ധിയോ തകൂനു ബിശഹാദതൈനി അല്ലതൈനി തുതഹിറാനി മിൻ ശിർക്ക്, ശിർക്കിൽ നിന്ന് ഒരാളെ ശുദ്ധീകരിക്കുന്ന ഈ പറയുന്ന 2 ഷഹാദത്തുകൾ കൊണ്ട് ഉള്ളും എന്ത് ചെയ്യാം? ശുദ്ധി വരുത്തുന്നു എന്നുള്ളതാണ്. വഖദ് ഖാല തആല ഫി ആഖിരി ആയത്തിൽ വുദൂ, മാത്രമല്ല വുദൂഇന്റെ ആയത്തിന്റെ ഒടുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജിൻ, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വലാകിൻ യുരീദു ലിയുതഹിറക്കും, നിങ്ങളെ ശുദ്ധി വരുത്താനാണ് അല്ലാഹു ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. വലിയുതിമ്മ നിഅമതഹു അലൈക്കും, അവന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ സമ്പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട്, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. അപ്പൊ ഇതാണ് അതിന്റെ ഉദ്ദേശം. വഹാകദ അയ്യുഹൽ മുസ്ലിം ശറഅ അല്ലാഹു ലക്കൽ വുദൂ, അപ്പോ അല്ലയോ മുസ്ലിമേ, വുദൂ അല്ലാഹു നിയമമാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിനക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു ചെയ്തത്. വുദൂഇനെ നിയമമാക്കിയത് നമ്മുടെ ശുദ്ധി ഉണ്ടാവുക, കാത്തു സൂക്ഷിക്കുക. ലിയുതഹിറക ബിഹി മിൻ ഖതായാക്, പാപങ്ങളിൽ നിന്ന് നിന്നെ ശുദ്ധീകരിക്കാനാണ് അല്ലാഹു നിയമമാക്കിയത്. വലിയുതിമ്മ ബിഹി നിഅമതഹു അലൈക്, അതേപോലെ തന്നെ അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തെ പൂർണ്ണമാക്കാനുമാണ് നിയമമാക്കിയിരിക്കുന്നത് വുദൂ. മാത്രമല്ല വതഅമ്മൽ ഇഫ്തിതാഹി ആയത്തിൽ വുദൂ ബിഹാദൻ നിദാഇൽ കരീം, ഈ ആയത്തിന്റെ തുടക്കം അല്ലാഹു തുടങ്ങുന്നത് ഇപ്രകാരമാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ എന്നാണ് വിളിക്കുന്നത്. ഫഖദ് വജ്ജഹ സുബ്ഹാനഹുൽ ഖിതാബ ഇലാ മൻ യത്തസിഫു ബിൽ ഈമാൻ,
ഈമാൻ കൊണ്ട് വിശേഷണം പറയപ്പെട്ട ആളുകളോടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഖിതാബ് ഇടുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. ലിഅന്നഹു ഹുവല്ലദീ യുസ്ഗീ ലിഅവാമിരില്ലാഹ്. കാരണം മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹുവിന്റെ കൽപ്പനകളെ അതിന് ചെവി കൊടുക്കുന്ന മുഅ്മിനീങ്ങളാണ്. വയന്തഫിഉ ബിഹാ, അവർക്കാണ് അതുകൊണ്ട് പ്രയോജനം കിട്ടുക. വലിഹാദാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യുഹാഫിദു അലൽ വുദൂഇ ഇല്ലാ മുഅ്മിനൂൻ. മുഅ്മിനല്ലാതെ വുദൂഇനെ എന്ത് ചെയ്യൂല? സംരക്ഷിക്കുകയില്ല. മുഅ്മിനിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണെന്ത്? വുദൂഇലായിട്ട് നിലകൊള്ളുക. വുദൂ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? വുദൂ എടുക്കുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെയും എന്ത് ചെയ്യുക? വുദൂ ചെയ്തുകൊണ്ട് നിൽക്കുക. പൂർണ്ണമായി ശുദ്ധി വരുത്തുക. ബാഹ്യവും ആന്തരികവുമായി ഏത് സമയത്തും അവൻ എന്തായിരിക്കണം? ശുദ്ധമായ അവസ്ഥയിലാവുക എന്നുള്ളതാണ് അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ വലിയ അനുഗ്രഹമാണത്. എപ്പോഴും ശുദ്ധിയായ അവസ്ഥയിൽ എന്ത് ചെയ്യുക? നിലനിൽക്കുക. 5 നേരം നിർബന്ധമായിട്ടും അതല്ലാത്ത സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? ഈ ശുദ്ധി വരുത്തുക എന്നുള്ളത് അള്ളാഹുവിനെ നാം സ്തുതിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമ്പൂർണമായ ജീവിത ശൈലിക്ക് അള്ളാഹു എന്ത് ചെയ്തു? നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന് അള്ളാഹുവിന് നാം നന്ദി പറയേണ്ടതുണ്ട്, ശുക്ർ പറയേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ശുറൂത്തുകൾ പറഞ്ഞു, അതേപോലെ തന്നെ ഫുറൂദുകൾ പറഞ്ഞു. ഇത് രണ്ടും കൂടാതെ ഇനി വുദൂഇന്റെ വിശേഷണത്തിൽ എന്താണുള്ളത്? അധികമായിട്ടുള്ളത് മുസ്തഹബ്ബാത്തുകളാണ്, സുന്നത്തായ കാര്യങ്ങളാണ്. മൻ ഫഅലഹു ഫലഹു സിയാദത്തു അജ്രി. ആരെങ്കിലും അത് ചെയ്ത കൂടുതൽ എന്ത് ചെയ്യും? പ്രതിഫലം കിട്ടും. വമൻ തറകഹു ഫലാ ഹറജ അലൈ. ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഫുഖഹാക്കളുടെ അടുക്കലുള്ള സുന്നത്താണ്. നമ്മൾ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു. സുന്നത്ത് എന്താണ്? നിർബന്ധമായ സുന്നത്തുകളുണ്ട്, അതേപോലെ തന്നെ ഐച്ഛികമായ സുന്നത്തുകളുണ്ട്. ഫുഖഹാക്കളുടെ അടുക്കൽ അവരുടെ സാങ്കേതികമായ രീതിയിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാണ്. ചെയ്താൽ എന്ത് ചെയ്യും? പ്രതിഫലമുണ്ട്. ഉപേക്ഷിച്ചാൽ എന്തില്ല? ശിക്ഷയില്ല. അത് ഫുഖഹാക്കളുടെ അടുക്കൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ സാങ്കേതികമായ ഒരു രീതിയാണ്. ومن ثم سمى الفقهاء تلك الافعال سنن الوضوء اي مستحبات. അതുകൊണ്ട് ആണ് ഈ കാര്യങ്ങളെ പറയാൻ പോകുന്ന സുന്നത്തുകളെ സംബന്ധിച്ച് ഉലമാക്കൾ എന്ത് ചെയ്യുന്നത്? സുന്നത്ത് അല്ലെങ്കിൽ മുസ്തഹബ്ബാത്ത്, ഉചിതമായ കാര്യം എന്നെല്ലാം എന്ത് ചെയ്യുന്നത്? അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സുനനുൽ വുദൂഇ, വുദൂഇന്റെ സുന്നത്തുകൾ ഹിയ അവ്വലൻ അസ്സിവാഖു. ഒന്നാമതായിട്ട് എന്താണ്? പല്ല് തേക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. വതഖദ്ദമ ബയാനു ഫളീലതിഹി വകൈഫിയതി, അതിന്റെ രൂപവും ശ്രേഷ്ഠതയെല്ലാം എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞു. വമഹല്ലുഹു ഇൻദൽ മദ്മദ, എപ്പോഴാണത് ചെയ്യേണ്ടത്? വായു കൊപ്പിക്കുന്ന സമയത്താണ്. ലിയഹ്സുല ബിഹി وبالمضمضة تنظيف الفم لاستقبال العبادة والتهيؤ لتلاوة القرآن ومناجاة الله عز وجل. ഇതിനു വേണ്ടിയിട്ടാണത്? അള്ളാഹുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്, ഖുർആൻ പാരായണം ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് ഈ മഹത്തായ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അവന്റെ വായ എന്താവുക? ശുദ്ധിയാവുക എന്നുള്ളതാണ്. മധുമതത്തിലൂടെ, വായ കൊപ്പിക്കുന്നതിലൂടെ, അതുപോലെ പല്ല് തേക്കുന്നതിലൂടെ ഏറ്റവും നല്ല അവസ്ഥയായിരിക്കുക അവന്റെ വായ എന്നുള്ളത്. ഇതാണ് അതിന്റെ. അപ്പൊ സിവാക്ക് ചെയ്യുക എന്നുള്ള സുന്നത്താണ് വുദൂഇന്. ثانيا غسل الكفين ثلاثا في اول الوضوء قبل غسل الوجه. മുഖം കഴുകാൻ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് മുഖത്തിൽപ്പെട്ടതാണ് എന്ത്? വായു ഒപ്പിക്കലും മൂക്കിൽ വെള്ളം കയറ്റലും. അതിനു മുമ്പ് എന്ത് ചെയ്യുക? അവന്റെ മുൻകൈകൾ ഇത് 3 പ്രാവശ്യം എന്ത് ചെയ്യുക? കഴുകുക എന്നുള്ള സുന്നത്തായ കർമ്മമാണ്. ലിബുറൂദിൽ അഹാദീസ് ബി, ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസുകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല വലിയ അന്നൽ യദൈനി ആലത്തു നഖ്ലിൽ മാഇ ഇലൽ അഅള. കാരണം ഈ കൈകൾ കൊണ്ടാണ്, മുൻകൈ കൊണ്ടാണ് സാധാരണ എന്ത് ചെയ്യുക? വെള്ളം മറ്റുള്ള അവയവങ്ങളിലേക്ക് ഇങ്ങനെ നഖ്ൽ ചെയ്യുക, അത് മാറ്റുക. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് എന്താണ്? ഈ കൈകളാണ്, മുൻകൈകളാണ്. അപ്പോ ഫഫീ ഗസ്ലിഹിമാ ഇഹ്തിയാത്തുൻ ലിജമീഇൽ വുദൂ. അപ്പോൾ അതിനെ ആദ്യം കഴുകുന്നത് എന്തിനാണ്? സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ മാലിന്യങ്ങൾ ഉണ്ടാകാം. അതിലെ മാലിന്യങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? നീക്കം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള അവയവങ്ങൾ കഴുകുക. അപ്പോൾ 2 മുൻകൈകൾ കഴുകുക എന്നുള്ളത് എന്താണ്? തുടക്കത്തിൽ കഴുകുന്നത് സുന്നത്താണ്. എന്നാൽ കൈകൾ കഴുകുമ്പോൾ ഈ മുൻകൈ കഴുകൽ എന്താണ്? നിർബന്ധമാണ്. മൂന്നാമത്തെ സുന്നത്ത് അൽ ബദാഅതു ബിൽ മദ്മദതി വൽ ഇസ്തിൻഷാഖ് ഖബ്ല ഗസ്ലിൽ വജ്ഹി. മുഖം കഴുകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? മദ്മദത്തും ഇസ്തിൻഷാഖും കൊണ്ട് ആരംഭിക്കുക. അപ്പൊ ആദ്യം മുഖം കഴുകുക, എന്നിട്ട് വായു കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റലുമല്ല. ആരംഭം തന്നെ എന്ത് ചെയ്യുക? ഇവകൾ കൊണ്ടാവുക എന്നുള്ള സുന്നത്താണ്. വായു കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റലും നിർബന്ധമാണ്. എന്നാൽ ഇതുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് എന്താണ്? അത് സുന്നത്താണ്, കൃത്യമാണല്ലോ. വായു കുപ്പിളിക്കലും ഇതും സുന്നത്താണെന്നല്ല പറഞ്ഞത്. പിന്നെന്താണ്?
അതുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. മുഖം കഴുകുമ്പോൾ അതുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് സുന്നത്താണ്. അതേപോലെ തന്നെ അവിടെയുള്ള മറ്റൊരു സുന്നത്താണ് ഇവിടെ പരാമർശിച്ചിട്ടില്ല, അൽ ഇസ്തിൻസാർ, വായ കുപ്പിളിക്കുക. വായ കുപ്പിളിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം കയറ്റിയിട്ട് അനക്കുക എന്നുള്ളതാണ്. തഹരീക്ക് ചെയ്യുക, വെറുതെ വെള്ളം കയറ്റി തുപ്പിക്കളയലല്ല, വെള്ളം കയറ്റി അതിനോട് കൂടെ എന്ത് ചെയ്യണം, ഇങ്ങനെ വായിലിട്ട് ചലിപ്പിക്കണം. അതിനാണ് മധുമത്ത് എന്ന് പറയുക. അതിനോട് കൂടെ തന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റുന്നതിനാണ് ഇസ്തിൻഷാഖ് എന്ന് പറയുന്നത്. അത് പിന്നെ ഇസ്തിൻസാറുണ്ട്, അത് ചീറ്റിക്കളയുന്നത് എന്താണ്, അതും സുന്നത്തായ കാര്യമാണ്. അപ്പോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ആദ്യം തുടങ്ങേണ്ടത്. അപ്പൊ അതുകൊണ്ട് തുടങ്ങണം എന്നുള്ളതിൽ എന്തുണ്ട്, ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെ മധുമലത്തും ഇസ്തിൻഷാഖും അതിൽ ആധിക്യം കാണിക്കാനും സുന്നത്താണ്. അതും എന്ത് ചെയ്തിട്ടുണ്ട്, നോമ്പുകാരനല്ലാത്തവൻ വായ കുപ്പിളിക്കുമ്പോഴും മൂക്കിൽ വെള്ളം കയറ്റുമ്പോഴും ആധിക്യം കാണിക്കും, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പ്രത്യേകം എന്താണ്, സുന്നത്താണ്. അപ്പൊ അവിടെ ഉള്ള സുന്നത്തുകൾ അതുകൊണ്ട് ആരംഭിക്കൽ സുന്നത്താണ്. അതേപോലെ തന്നെ അത് ചീറ്റിക്കളയൽ സുന്നത്താണ്. അതേപോലെ അതിൽ മുബാലഗത്ത് കാണിക്കലും എന്താണ്, സുന്നത്താണ്. ആധിക്യം കാണിക്കുക എന്നുള്ളത് സുന്നത്താണ്. വമാനൽ മുബാലഗത്ത് ഫിൽ മദ്മള, മദ്മളത്തിൽ ഇങ്ങനെ വായ കുപ്പിളിക്കുന്നതിൽ ആധിക്യം കാണിക്കുക എന്നതിന്റെ അർത്ഥം ഇദാറത്തുൽ മാഇ ഫി ജമീഇ ഫമി, വായിൽ മുഴുവൻ എല്ലാ ഭാഗത്തും അത് എന്ത് ചെയ്യാം, കറക്കണം. വഫിൽ ഇസ്തിൻഷാഖ്, അതേപോലെ മൂക്കിൽ വെള്ളം കയറ്റുന്നതിലും ജദ്ബുൽ മാഇ ഇലാ അഖ്സ അൻഫി, മൂക്കിന്റെ അങ്ങേയറ്റത്തേക്ക് എന്ത് ചെയ്യുക, വലിച്ചു കയറ്റലാണ്. അതാണെന്ത്, അതിലാധിക്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ. റാബിഅൻ, നാലാമത്തേത് വമിൻ സുനനിൽ വുദൂഇ തഖ്ലീലുൽ ലിഹ്യത്തിൽ കസീഫ ബിൽ മാഇ ഹത്താ യബ്ലുഗ ദാഖിലഹു വതഖ്ലീലു അസാബിഅൽ യദൈനി വൽ റിജ്ലൈൻ. നാലാമത്തെ സുന്നത്ത് വുദൂഇന്റെ സുന്നത്തുകളിൽപ്പെട്ടാണ് തഖ്ലീലുൽ ലിഹ്യത്തിൽ കസീഫ, തിങ്ങിയ താടിയാണ് എങ്കിൽ അതിനെന്ത് ചെയ്യുക, ഇടകലർത്തി കഴുകുക എന്നുള്ളത് സുന്നത്താണ്. തിങ്ങിയ താടിയല്ലെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം. നല്ല തിങ്ങിയ താടിയാണ് എങ്കിൽ ഇടകലർത്തി കഴുകൽ എന്തേ ഉള്ളൂ, സുന്നത്തുള്ളൂ. മാത്രമല്ല വെള്ളം കൊണ്ട് ഇടകലർത്തി കഴുകണം. ഹത്താ യബ്ലുഗ ദാഖില, ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വതഖ്ലീലു അസാബിഅൽ യദൈനി വൽ റിജ്ലി, അതേപോലെ കൈകളുടെയും കാലുകളുടെയും വിരലുകളുടെ ഇടയിലും എന്ത് ചെയ്യുക, ഇങ്ങനെ അതിനെ തിക്കകറ്റി കഴുകുക, അതെന്താണ്, സുന്നത്താണ്. അഞ്ചാമത്തെ അത്തയാമുൻ, വലത് രണ്ട് അവയവങ്ങളുള്ളതിൽ വലതിന് മുന്തിക്കുക ആദ്യം. വഹുവൽ ബദ്ഉ ബിൽ യുംനാ മിനൽ യദൈനി വൽ റിജ്ലൈൻ, കൈകളിലും കാലുകളിലും വലതിന് ആദ്യം മുന്തിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. ഖബല യുസ്റ, ഇടത് ചെയ്യുന്നതിന് മുമ്പ്. ആറാമത്തേത് സിയാദത്തു അലൽ ഗസ്ലത്തിൽ വാഹിദത്തി ഇലാ സലാസി ഗസ്ലാത്തിൻ ഫീ ഗസ്ലിൽ വജ്ഹി വൽ യദൈനി വൽ റിജ്ലൈൻ, മുഖം, കൈകള്, കാലുകള് ഇവകൾ കഴുകുമ്പോൾ എന്ത് ചെയ്യുക, ഒരൊറ്റ കഴുകലാണെന്ത്, വാജിബ്, നിർബന്ധം. എന്നാൽ ആ ഒരു കഴുകലിന്റെ മേൽ അധികരിപ്പിച്ചുകൊണ്ട് 3 കഴുകലുകൾ എന്ത് ചെയ്യുക, 2ഉം 3ഉം എന്താണ്, സുന്നത്തായ കഴുകലുകളാണ്. ആദ്യത്തെ കഴുകൽ നിർബന്ധമാണ്, 2ഉം 3ഉം എന്താണ്, സുന്നത്താണ്. ഹാദിഹി ശുറൂത്തുൽ വുദൂഇ വഫുറൂദുഹു വസുനനുഹു, ഇതാണ് വുദൂഇന്റെ ഷർത്തുകൾ, ഫർളുകൾ, സുന്നത്തുകൾ. യജ്ദുറു ബിക അൻ തതഅല്ലമഹാ വതഹ്റുസ അലാ തത്ബീഖിഹാ ഫീ കുല്ലി വുദൂഇൻ, എല്ലാ വുദൂഇലും ഇവകളെക്കുറിച്ച് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യൽ എല്ലാ വുദൂഇലും എന്താണ്, നിർബന്ധമാണ്. അപ്പൊ ഇത് പഠിക്കണം, എന്നിട്ട് എല്ലാ വുദൂഇലും എന്ത് ചെയ്യണം, അത് പ്രാവർത്തികമാക്കണം. ലിയകൂന വുദൂഉക മുസ്തക്മിലൻ ലിസ്ഫത്തിൽ മശ്റൂഅത്തി ലിതഹൂസ അല സവാബ്, ശരിയായ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കാൻ നിയമമാക്കപ്പെട്ടതുപോലെ വുദൂഇന്റെ സിഫത്തുകൾ പൂർണ്ണമാക്കാനും എല്ലാമാണ് അങ്ങനെ ചെയ്യുക. വനസ്അലുല്ലാഹ ലനാ വലക്കൽ മസീദ മിനൽ ഇൽമി നാഫിഅ വൽ അമൽ സ്വാലിഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ചോദിക്കുകയാണ് പ്രയോജനപ്രദമായ ഇൽമ ലഭിക്കാൻ, അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ളതായ തൗഫീഖ് അല്ലാഹുവിനോട് ചോദിക്കുന്നു. ഇതാണ് വുദൂഇന്റെ ഫർളുകൾ, അതേപോലെ തന്നെ സുന്നത്തുകൾ, ശുറൂത്തുകൾ. ഇനി എങ്ങനെയാണ് വുദൂ ചെയ്യേണ്ടത് എന്നതിന്റെ രൂപം ചെയ്യുന്നുണ്ട് മുസന്നിഫ് ഹഫിളഹുല്ലാ അടുത്ത അധ്യായത്തിലൂടെ വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് ഏവർക്കും അല്ലാഹു നല്ല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളുടെ രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولوالدينا كما ربونا صغارا. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.